ഈ അടുത്ത് വായിച്ച ഒരു ലേഖനത്തിൽ 2100 ആകുമ്പോൾ, അതായത് ഈ നൂറ്റാണ്ട് അവസാനിക്കുമ്പോൾ ഫാമിലി ഇല്ലാതാവും എന്നാണ് അവര് പഠനത്തിലൂടെ പല ന്യായങ്ങളും അതിനവര് നിരത്തുന്നുണ്ട്. ഇനി പോക്ക് പോയാൽ 2100 കൂടി ഫാമിലി എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതാവും. അതിൽ പല രീതിയിലുള്ള ന്യായങ്ങൾ അവർ സമർത്ഥിക്കുന്നുണ്ട്. പക്ഷേ എന്തെല്ലാം ന്യായങ്ങൾ അവർ സമർത്ഥിച്ചാലും ഫാമിലി എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലാതാവും എന്നതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഫാമിലി ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇല്ലാതാവുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. ഫാമിലി ഇല്ലാതാവുക എന്നുള്ള ഈ പ്രവചനം അല്ലെങ്കിൽ നിരീക്ഷണം വേറെ പല അർത്ഥത്തിലും സാധ്യതയുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഇപ്പോ എന്റെ ഏജ് ഗ്രൂപ്പ് 45 വയസ്സാണ്. 45-നും 50-നും ഇടയിലുള്ള പ്രായത്തിലുള്ള ആളുകളുടെ ബാല്യ കൗമാരങ്ങൾ എന്നുള്ളത് കൂട്ടുകുടുംബത്തിന്റെ അകത്ത് ജീവിച്ചവരാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും അണുകുടുംബങ്ങളിൽ ജീവിച്ചവരാണ്. അപ്പൊ അന്ന് കൂട്ടുകുടുംബങ്ങളിൽ ജീവിച്ച നമ്മുടെ വീട്ടിലെ ഉപ്പ ഉമ്മ, അവരുടെ ഉപ്പ ഉമ്മ, അവരോട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഏറ്റവും മുതിർന്ന നമ്മുടെ അമ്മമാര്, അവരുടെ അടുക്കൽ പറയാൻ കൂട്ടുകുടുംബം തകരും, അണുകുടുംബത്തിലേക്ക് ആകുമെന്ന് അവരോട് പറഞ്ഞിരുന്നുവെങ്കിൽ അവരതിനെ അംഗീകരിച്ചു തരില്ലേ? അങ്ങനെയൊന്നുമില്ല. കൂട്ടുകുടുംബം ഇല്ലാതായാൽ ഈ ദുനിയാവ് ഇല്ലാതാകും എന്നാണ് എന്റെ അർത്ഥം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് കൂട്ടുകുടുംബം എവിടെയില്ല. ഉണ്ട്. ചില ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ കൂട്ടുകുടുംബ വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില സവർണ സമൂഹങ്ങൾക്കിടയിലും നമ്പൂതിരി ഫാമിലിയിലൊക്കെ കൂട്ടുകുടുംബ വ്യവസ്ഥ ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അത് പേരിന് മാത്രമാണ്. ഇന്ന് സിംഗിൾ ഫാമിലി എന്ന് പറയുന്ന അണുകുടുംബത്തിലേക്ക് വന്നു. ഇപ്പോഴത്തെ ഒരു പുതിയ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചപ്പാട് എന്നുള്ളത് ഉദാരവാദമാണ്. ലിബറലിസം എന്ന് നമ്മൾ അതിനെപ്പറ്റി പറയും. ലിബറലിസത്തിന് ഒരുപാട് പൊളിറ്റിക്കൽ ലിബറലിസം ഉണ്ട്, എക്കണോമിക്കൽ ലിബറലിസം ഉണ്ട്, അതിനാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. കൾച്ചറൽ ലിബറലിസം ഉണ്ട്. അപ്പൊ എക്കണോമിക്കൽ ലിബറലൈസേഷൻ എന്ന് പറയുന്ന സാമ്പത്തിക ഉദാരീകരണം അത് നമ്മുടെ സമ്പദ് മേഖലയെ തകർത്ത് തരിപ്പണമാക്കുകയാണ് ഇന്ത്യ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയം എന്നുള്ളത് നവ ഉദാരീകരണവാദമാണ്. 90കളിൽ തുടങ്ങി 2000-ൽ അവസാനിച്ച ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ പേര് ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമ്പത്തിക ഉദാരീകരണം. ഇതിനെയാണ് എക്കണോമിക്കൽ ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ആ ലിബറലൈസേഷൻ സാമ്പത്തിക മേഖലയിൽ നടപ്പിലാക്കിയതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ സമ്പദ് മേഖല കുത്തുവാളയെടുത്തത്. ദാരിദ്ര്യം സാർവത്രികമായി, പണപ്പെരുപ്പം വർദ്ധിച്ചു, തൊഴിലില്ലായ്മ രൂക്ഷമായി, സമ്പത്തിന്റെ മൂല്യം, പണത്തിന്റെ രൂപയുടെ മൂല്യം ഇടിഞ്ഞു. അങ്ങനെ തുടങ്ങി വലിയ പ്രയാസത്തിലേക്ക് മധ്യവർഗവും താഴെത്തട്ടിലുള്ള ആളുകളൊക്കെ മാറുന്ന അവസ്ഥ ഉണ്ടാകുകയും സമ്പത്ത് ഒരു പിടി കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലേക്ക് തന്നെ വരുന്ന അവസ്ഥയുണ്ടായി. അവരാണ് ഭരണത്തെ സ്വാധീനിക്കുന്ന. നമുക്ക് പ്രധാനമന്ത്രി ഉണ്ടാകാം, മന്ത്രിസഭ ഉണ്ടാകാം. പക്ഷേ നമ്മുടെ സാമ്പത്തിക നയങ്ങളെ, രാഷ്ട്രീയ നയങ്ങളെ, ദേശാന്തരീയ നയങ്ങളെ രൂപപ്പെടുത്തുന്ന ഏറ്റവും നിർണായകമായ ശക്തിയായി ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾ, മാത്രമല്ല ലോകത്തുടനീളം കോർപ്പറേറ്റുകൾ പിടിമുറുക്കിയ ഒരു പശ്ചാത്തലം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത് സമ്പദ് മേഖലയെ തകർന്നു. പൊളിറ്റിക്കൽ ലിബറലൈസേഷൻ എന്ന് പറയുന്ന ലിബറേഷൻ എന്ന് പറയുന്ന ഈ കാഴ്ചപ്പാട്, ലിബറേഷൻ എന്നൊരു പദം
പോസിറ്റീവായ അർത്ഥം, വിമോചനം, സ്വാതന്ത്ര്യം എന്നൊക്കെയാണ് അർത്ഥമെങ്കിൽ തങ്ങൾക്ക് വിധേയപ്പെടാത്ത രാഷ്ട്രങ്ങളെ തങ്ങളുടെ രാഷ്ട്രീയ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സാമ്രാജ്യ ശക്തികൾ, പ്രത്യേകിച്ച് അമേരിക്കയുടെ സൈനിക നടപടികളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ലിബറേഷൻ എന്നുള്ളത്. അഫ്ഗാൻ ലിബറേഷൻ ആർമി, ഇറാഖ് ലിബറേഷൻ ആർമി, 90കളിലെ ഗൾഫ് വാറിൽ 2001 ശേഷം ഉണ്ടായ അഫ്ഗാൻ വാറിന് ഈ വാറിൽ ഏർപ്പെട്ട സഖ്യ സൈന്യത്തിനും അമേരിക്കൻ സൈന്യത്തിനും അവർ നൽകിയ പേര് അമേരിക്കൻ ലിബറേഷൻ ആർമി എന്നുള്ളതായിരുന്നു. അമേരിക്കൻ ലിബറേഷൻ ആർമി, അഫ്ഗാൻ ലിബറേഷൻ ആർമി, ഇറാഖ് ലിബറേഷൻ ആർമി. അപ്പൊ അവർ ആഗ്രഹിച്ച ലിബറേഷൻ അഫ്ഗാൻകാർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ ഇറാഖിന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്നുള്ളതോ ആയിരുന്നില്ല. ഇറാഖിനെയും അഫ്ഗാനെയും തങ്ങളുടെ ചൊൽപ്പടിയിൽ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ ലിബറേഷൻ എന്ന പദം, ലിബറലൈസേഷൻ എന്ന പദം അതീശ ശക്തികളുടെ താല്പര്യത്തിനനുസരിച്ചുകൊണ്ട് എക്കോണമിയെ, പൊളിറ്റിക്സിനെ പരിവർത്തിപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ കൾച്ചറൽ ലിബറലിസം എന്ന ഈ പ്രയോഗം ആത്മീയമായി, സാംസ്കാരികമായി ഒരു ജനത തങ്ങൾ ഉന്നയിക്കുന്ന ആശയങ്ങൾക്ക് കീഴിലേക്ക് സാംസ്കാരിക പരിസരത്തേക്ക് വരിക എന്നുള്ളതാണ്. അർത്ഥത്തിൽ ലോകത്ത് മേൽക്കൈ ഉള്ള ഒരു സിദ്ധാന്തമായി ലിബറലിസം മാറിയിരിക്കുകയാണ്. ലിബറലിസം വർക്ക്ഔട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല എന്നുള്ളത് ഫാമിലിയാണ്. കുടുംബത്തെ തകർക്കുക എന്നുള്ളതാണ് ലിബറലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ലിബറലിസം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യവാദം, അധികാരവാദം എന്നുള്ളതാണ്. മനുഷ്യൻ സ്വതന്ത്രനാണ്. ഇത് നല്ല മനോഹരമായ പദമാണ്. മനുഷ്യൻ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അടിമയല്ല എന്നാണ് അതിന്റെ അർത്ഥം. നമ്മളെല്ലാവരും സ്വതന്ത്രരാണ്. മനുഷ്യരെ സ്വതന്ത്രരായിട്ടാണ് ദൈവം ലോകത്തെയും പടച്ചിട്ടുള്ളത്. ഇത് മനോഹരമായ വാക്യമാണ്. പക്ഷേ ഇത് മുതലാളിത്തം മനുഷ്യൻ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിൽ നിന്ന് സ്വതന്ത്രനാണ്, അവൻ മതത്തിൽ നിന്ന് സ്വതന്ത്രനാണ്, അവൻ കുടുംബത്തിൽ നിന്ന് സ്വതന്ത്രനാണ്, ഭർത്താവിൽ നിന്ന് സ്വതന്ത്രനാണ്, ഭാര്യയിൽ നിന്ന് സ്വതന്ത്രനാണ്, മാതാവിൽ നിന്ന് സ്വതന്ത്രനാണ്, പിതാവിൽ നിന്ന് സ്വതന്ത്രനാണ്, അധ്യാപകനിൽ നിന്ന് സ്വതന്ത്രനാണ്, നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാണ്. പിന്നെ എന്താണ് അവനെ നയിക്കുന്നത്? അവനെ നയിക്കുന്നത് അവന്റെ വികാരങ്ങളാണ്, അവന്റെ ഇച്ഛയാണ്, അവന്റെ താല്പര്യങ്ങളാണ്. അതിനപ്പുറത്ത് വേറെ ഒന്നില്ല. ഏറ്റവും വലിയ സത്യം എന്നുള്ളത് ഞാനാണ്. ഏറ്റവും വലിയ സത്യം എന്നുള്ളത് എന്റെ താല്പര്യമാണ്. അതുകൊണ്ട് ഞാൻ വിജയിക്കാൻ വേണ്ടി, എന്റെ താല്പര്യങ്ങൾ വിജയിക്കാൻ വേണ്ടി എനിക്ക് ഏത് വഴികളിലൂടെയും സഞ്ചരിക്കാം. എന്റെ സഞ്ചാര വഴികളിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു എതിരാളിയും ഉണ്ടാകാൻ പാടില്ല, ഒരു നിയന്ത്രണവും ഉണ്ടാകാൻ പാടില്ല. അമ്മ എന്നെ നിയന്ത്രിക്കാൻ പാടില്ല, അച്ഛൻ എന്നെ നിയന്ത്രിക്കാൻ പാടില്ല, ഭർത്താവ് എന്നെ നിയന്ത്രിക്കാൻ പാടില്ല, ഭാര്യ എന്നെ നിയന്ത്രിക്കാൻ പാടില്ല, മതം എന്നെ നിയന്ത്രിക്കാൻ പാടില്ല, പുരോഹിതൻ എന്നെ നിയന്ത്രിക്കാൻ പാടില്ല, വേദഗ്രന്ഥങ്ങൾ എന്നെ നിയന്ത്രിക്കാൻ പാടില്ല. ജീവിതം സർവതന്ത്ര സ്വതന്ത്രമാണ് എന്ന ഈ കാഴ്ചപ്പാടാണ്. അപ്പൊ ഈ കാഴ്ചപ്പാട് ഏറ്റവും വലിയ പരിക്കേൽപ്പിക്കുന്ന സമൂഹത്തിലെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത്? കുടുംബം എന്ന് പറയുന്നത്. ഞാൻ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞാൽ വിദ്യാലയത്തെ അത് ബാധിക്കില്ല, യൂണിവേഴ്സിറ്റികളെ അത് ബാധിക്കില്ല, പാർലമെന്റിനെ അത് ബാധിക്കില്ല. കാരണം പാർലമെന്റിലുള്ള ആളുകൾക്ക് എന്ത് ജീവിതവും തെരഞ്ഞെടുക്കാം. നമുക്കറിയാം 90കളിൽ നമ്മളുടെ അപ്രവാളികളിൽ, സിനിമകളിൽ ഉയർന്നു കേട്ട ഒരു പാട്ടാണ്. ഞാൻ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ കേട്ട, റേഡിയോയിലൂടെ അന്ന് പാട്ട് കേൾക്കുക. അന്ന് ചലച്ചിത്ര ഗാനങ്ങളിൽ ഏറ്റവും പോപ്പുലറായ ഒരു ഗാനമായിരുന്നു. ആ ഗാനത്തിന്റെ തിരക്കഥ അന്ന് രചിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ ജീവിതാവിഷ്കാരം 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് പുറത്തു വന്നത്. എന്താണ് അതിന്റെ അർത്ഥം? പാറി നടക്കും പക്ഷികളൊന്നും വേലി കഴിക്കാറില്ല, ഒത്തുകഴിഞ്ഞ് മടുത്താൽ പിന്നെ ഗുഡ് ബൈ ചൊല്ലി. ഇത് സിനിമയിലെ ഗാനമായിരുന്നു, പക്ഷെ അത് ജീവിതത്തിലേക്ക് കൂടി ആവിഷ്കരിക്കുകയായിരുന്നു എന്നുള്ളത് 90കൾക്ക് ശേഷം 2000 കഴിഞ്ഞ് 2010 കഴിഞ്ഞ് 2040 വർഷം 10-30 വർഷം കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ പാട്ട് പാട്ടായിരുന്നില്ല, ജീവിതമായിരുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഹേമ കമ്മിറ്റി, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ഈ പാട്ട് ജീവിച്ച
ഈ പാട്ട് ജീവിത ആദർശമായി സ്വീകരിച്ച കുറെ കലാകാരന്മാർ, അത് കലയാണോ? ഇത് പാട്ടല്ല യഥാർത്ഥത്തിൽ. സംഗീതം എന്ന് പറഞ്ഞാൽ അത് സംഗീതമല്ല. സംഗീതം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ താളത്തിനാണ് സംഗീതം എന്ന് പറയുന്നത്. പ്രകൃതിയുടെ താളത്തിന് വിരുദ്ധമായി സഞ്ചരിക്കുക എന്നുള്ളത് സംഗീതമല്ല, പാട്ടല്ല. അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഒച്ച ഉണ്ടാകാം, ഈണ ഉണ്ടാകാം, അതുപോലെ തന്നെ തബല ഉണ്ടാകാം, മദ്ദള ഉണ്ടാകാം. പക്ഷെ ഇത് അപതാളമാണ്, അപശ്രുതിയാണ്, സംഗീതം അല്ല. അത് മനുഷ്യ നാഗരികതയുടെ മേലുള്ള എന്താണ് കൊലവിളി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇത് ഈ ലിബറലിസം ഇങ്ങനെ മനുഷ്യ ജീവിതത്തെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായാൽ ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന സിനിമാ നടന്മാരും അറസ്റ്റ് വരിച്ച് വിട്ടയക്കപ്പെട്ട സിനിമാ നടന്മാരും നാളെ അറസ്റ്റിന്റെ വാള് തങ്ങളുടെ തലയുടെ മുകളിൽ ഉണ്ട് എന്ന് ഭയപ്പെടുന്ന സിനിമാ ലോകത്തെ വലിയ വലിയ നായകന്മാരും ഒക്കെ, നായികമാര് പീഡനത്തിനിരയായവരാണ്. നായകന്മാർ, ഒരു നായികയും എന്ത് ചെയ്തിട്ടുള്ള ഒരു നായകനെയും ഇതുവരെ പീഡിപ്പിച്ച, നമുക്കൊരു സ്ത്രീയും പുരുഷനെ പീഡിപ്പിച്ച കഥ കാണാൻ കഴിയില്ല. വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. അഥവാ ലിബറലിസത്തിന്റെയും ഉദാര ലൈംഗികതയുടെയും ഏറ്റവും വലിയ ഇര സ്ത്രീകൾ ആണ്, പുരുഷന്മാരല്ല. അത് കൾച്ചറൽ ലിബറലിസം മാത്രമല്ല, പൊളിറ്റിക്കൽ ലിബറലൈസേഷന്റെയും എക്കണോമിക്കൽ ലിബറലൈസേഷന്റെയും അതുപോലെ സൈനികമായ ലിബറേഷന്റെയും ഒക്കെ ഇരകൾ ആര് എന്ന് ചോദിച്ചാൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഫലസ്തീനിലും ലബനാനിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ യുദ്ധത്തിന്റെ ഇര സ്ത്രീകളും കുട്ടികളുമായിരുന്നു എന്നുള്ളത് പോലെ തന്നെ കൾച്ചറൽ ലിബറലിസത്തിന്റെയും ഏറ്റവും വലിയ ഇര സ്ത്രീകളാണ്, പെൺകുട്ടികളാണ്, യുവതികളാണ്, സ്ത്രീകളാണ്. അതുകൊണ്ട് ഒരു നടന്റെയും വാതിക്കൽ വന്ന് ഒരു നടി മുട്ടിയ റിപ്പോർട്ട് ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ വന്നില്ല. അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിക്ക് റിപ്പോർട്ടിന് മുമ്പിൽ വേറെ ഒരു നടനും പറയുന്ന എന്റെ വാതിലിന്റെ പടിക്കൽ വന്ന് ഈ സ്ത്രീ മുട്ടി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പറയപ്പെട്ട ആധുനികതയുടെ ഈ പറഞ്ഞ സിദ്ധാന്തത്തിന്റെ ഏറ്റവും ഒന്നാമത്തെയും ഒടുവിലത്തെയും ഇരകൾ എന്ന് പറയുന്നത് സ്ത്രീകളാണ്. അതുപോലെ തന്നെ ലിബറലിസം മുന്നോട്ട് വെച്ച പുതിയ കാഴ്ചപ്പാടുകൾ, ജെൻഡറിസം എന്നാണ് അതിനെ പറ്റി പറയുന്നത്. അത് വിശദീകരിക്കേണ്ട സ്ഥലമല്ല ഇത്. പക്ഷെ ആ ആമുഖത്തിലൂടെ വേണം നമുക്ക് ഈ വിഷയത്തിലേക്ക് കടന്നു വരാൻ. LGBTQ എന്നൊക്കെ പറയുന്ന ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്യൂർ, ഈ പറയപ്പെട്ട ഈ കമ്മ്യൂണിറ്റികൾ എല്ലാം മുന്നോട്ട് വയ്ക്കുന്ന ജെൻഡറിസം, ഇതിന്റെയും ഇരയാകാൻ പോകുന്നത് ആരാണ്? സ്ത്രീകളാണ്. സ്ത്രീ വിരുദ്ധമായ കാഴ്ചപ്പാടാണ് അത് ഇന്ന് സമൂഹത്തിൽ മേൽക്കൈ വന്നാൽ കുടുംബം തകരും എന്നത് ആ റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ എന്താണ്, 2100 ഒന്നും വേണ്ടതില്ല, 2050 എത്തുമ്പോഴേക്കും ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ കുടുംബം തകർന്നു പോകും, കുടുംബത്തിന് വലിയ വിള്ളലുകൾ ഉണ്ടാകും. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. അതുകൊണ്ട് കുടുംബം പരിരക്ഷിക്കപ്പെടുക എന്നുള്ളത് ലോകം നിലനിൽക്കുന്നതിന്, മനുഷ്യർ നിലനിൽക്കുന്നതിന്, നാം നിലനിൽക്കുന്നതിന് വളരെ അനിവാര്യമാണ് എന്ന കാരണത്താൽ കുടുംബ ജീവിതം നയിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ തിന്മയോടുള്ള പോരാട്ടത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു മാർഗമാണ്. കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ളത് സംസ്കാരത്തെ സംരക്ഷിക്കാനും നാഗരികതയെ നിലനിർത്താനും മനുഷ്യവർഗത്തെ സംരക്ഷിക്കുവാനും വേണ്ടി മനുഷ്യർ ഏർപ്പെടുന്ന ഏറ്റവും വലിയ പോർമുഖങ്ങളിൽ ഒന്നാണ് കുടുംബത്തെ പരിപാലിക്കുക എന്നും കുടുംബ ജീവിതം നയിക്കുക എന്നുള്ളത്. ആ നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വിഷയം എന്നുള്ളത്. അതുകൊണ്ട് കുടുംബം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിപാവനമായ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സാമൂഹ്യ സ്ഥാപനമാണ്. ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും ചെറിയ യൂണിറ്റ്, നാഗരികതയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് കുടുംബം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുടുംബം പരിരക്ഷിക്കേണ്ടത് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാല്, കുടുംബം ഉണ്ടായാലേ സ്കൂൾ ഉണ്ടാവൂ, കുടുംബം ഉണ്ടായാലേ ടീച്ചർക്ക് പ്രസക്തിയുള്ളൂ, കുടുംബം ഉണ്ടായാലേ മറ്റെന്തിന് പ്രസക്തിയുള്ളൂ. കുടുംബം ഇല്ലെങ്കിൽ മനുഷ്യരില്ല എങ്കിൽ ഗവൺമെന്റിന്റെ ആവശ്യമില്ല, പട്ടാളത്തിന്റെ ആവശ്യമില്ല, നിയമത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് കുടുംബം തകർന്നാൽ സമൂഹം തകരും. അതുകൊണ്ടാണ് കുടുംബത്തിനെതിരെ വെല്ലുവിളി നടത്തിയ സമൂഹങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവർ ഏറ്റവും പെട്ടെന്ന് തകർന്നുപോയി. ഇപ്പൊ കൾച്ചറൽ ലിബറലിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ആധുനിക മുതലാളിത്തം. മുതലാളിത്തത്തിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് ലിബറലിസം. പക്ഷേ മുതലാളിത്ത ലോകം
കുടുംബത്തെ എന്ത് ചെയ്തിട്ടുള്ള നേരിട്ട് അറ്റാക്ക് ചെയ്തിട്ടുള്ള സൈദ്ധാന്തികമായിട്ട് കുടുംബം തകർക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്തിട്ടുള്ള അമേരിക്കയില് മുതലാളിത്ത രാഷ്ട്രമാണ്, കുടുംബമുണ്ട്. അമേരിക്കയിലെ പ്രസിഡന്റിന് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, വേറെ എന്തെല്ലാം അവിടെ ഉണ്ടായാലും കുടുംബത്തെ തകർക്കുക എന്നുള്ളത് മുതലാളിത്തത്തിന് നേരിട്ടുള്ള അജണ്ടയല്ല. പക്ഷെ മാർക്സിസം അത് സൈദ്ധാന്തികമായി തന്നെ എന്ത് ചെയ്യുന്നു, കുടുംബത്തെ പറ്റി നിർവചിച്ചിട്ടുള്ളത് അത് എന്താണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലും ഫ്രെഡറിക് ഏംഗൽസും മാർക്സും ചേർന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. കുടുംബം എന്താണ്, ഒരു ബൂർഷ്വാ സ്ഥാപനമാണ്, മുതലാളിത്തത്തെ നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് കുടുംബം. അതുകൊണ്ട് കമ്മ്യൂണിസം ഉണ്ടാകാൻ, സോഷ്യലിസം ഉണ്ടാകാൻ കുടുംബം തകർന്നേ മതിയാവൂ എന്നുള്ളത് സൈദ്ധാന്തികമായി രേഖപ്പെടുത്തുകയും കുടുംബരഹിതമായ ജീവിതം നയിക്കാൻ, വിവാഹം ഇല്ലാതെ തന്നെ പാല് നടക്കുന്ന പക്ഷികളെ പോലെ ജീവിക്കാൻ അനുവാദം കൊടുത്തു എന്നുള്ളതാണ് പെരിസ്ട്രോയിക്ക എന്ന് പറയുന്ന എന്താണ് മിഖായിൽ ഗോർബച്ചോവ് എഴുതിയ കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ തകർച്ചയുടെ കാരണങ്ങളെ വിശകലനം ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ തീസിസാണ്. അതിൽ അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ട് സോവിയറ്റ് യൂണിയൻ തകർന്നു, കമ്മ്യൂണിസ്റ്റ് വിപ്ലവം റഷ്യയിൽ തകർന്നു എന്നതിന്റെ കാരണം പറയുന്നത് കുടുംബരഹിതമായ ജീവിതം നയിക്കുവാൻ അത് പൗരന്മാർക്ക് അനുവാദം കൊടുത്തത് കൊണ്ടാണ് ആ തകർച്ച ഉണ്ടായത് എന്ന് പറയുന്നത്. അതായത് കുടുംബം ഭൂഷാസ്ഥാനം, ആദ്യകാലത്ത് കുടുംബം ഉണ്ടായിരുന്നില്ല. കുടുംബം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ആളുകൾ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പൊ കൃഷി ചെയ്യുവാൻ വേണ്ടി കർഷകർ അവർ ചെയ്ത കൃഷിഭൂമിക്ക് ചുറ്റും എന്ത് ചെയ്തു, വേലികൾ കെട്ടി. വേലികൾ കെട്ടിയത് കൊണ്ട് മാത്രം കൃഷി സംരക്ഷിക്കാൻ കഴിയില്ല. കൃഷിഭൂമിയുടെ നടുക്കോ അരികത്തോ ആയി അവർ ഒരു വീടുണ്ടാക്കി. വീടുണ്ടാക്കിയാൽ പുരുഷൻ തനിച്ച് താമസിക്കാൻ കഴിയില്ല, അവന്റെ ഒപ്പം അവന്റെ കൂട്ടുകാരിയും വന്നു. അപ്പൊ ഏകപത്നി വ്രതം ഉണ്ടാവുകയും കുടുംബം ഉണ്ടാവുകയും മക്കൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ എന്തായി, ഈ കൃഷിക്കാരന്റെ സ്വത്തിന്റെ അവകാശിയായി ഭാര്യ വന്നു, മക്കൾ വന്നു. കർഷകൻ മരിച്ചാലും ആ ഭൂമിയുടെ മേലുള്ള ഉടമസ്ഥാവകാശം കർഷകന്റെ മരണത്തിന് ശേഷം അനന്തരാവകാശികളായി വരുന്ന ഭാര്യയിലേക്ക്, മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും സ്വകാര്യ ഭൂ ഉടമ അവകാശം എന്ന് പറയുന്ന സംഗതി വന്നു. ജന്മി കുടിയാൻ വ്യവസ്ഥ വന്നു. അതുകൊണ്ട് ജന്മി വ്യവസ്ഥയെ തടയുവാനും കുടിയാൻ വ്യവസ്ഥയെ തടയുവാനും സ്വകാര്യ ഭൂ ഉടമ, സ്വകാര്യ സ്വത്തുടമ അവകാശത്തെ ഇല്ലായ്മ ചെയ്യുവാനും അതിനെ സ്ഥാപിക്കുന്ന കുടുംബം എന്ന് പറയുന്ന ഭൂഷാ വ്യവസ്ഥയെ, ഭൂഷ എന്ന് പറയുന്നത് നമ്മൾ മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് ശൈത്താന്റെ എടാണ് അത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ആരും പോകില്ല. ഇത് ചെയ്താന്റെ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞാല് നമ്മൾ ആരും ചെയ്യില്ല. ഏറ്റവും നികൃഷ്ടമായതാണ്, മതവിരുദ്ധമാണ്, ദൈവവിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ ഒന്നിനോടുള്ള സമീപനം എന്താണോ അതാണ് ഭൂഷ എന്ന് പറഞ്ഞാൽ. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും വെച്ച് പൊറപ്പിക്കാൻ പറ്റാത്ത കുടുംബം ഭൂഷ സിസ്റ്റമാണ് എന്ന് പറഞ്ഞാൽ തകർക്കപ്പെടേണ്ടതാണ്. ഏതുപോലെ മുതലാളിത്ത അമേരിക്ക തകർക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് പോലെ തന്നെ മുതലാളിത്ത വ്യവസ്ഥ തകർക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് പോലെ തകർക്കപ്പെടേണ്ടതാണ് ഏത്, കുടുംബം എന്നതാണ് കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാട്. എന്നതിനാലാണ് സോവിയറ്റ് യൂണിയൻ തകരുകയും അമേരിക്ക ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നത്. മുതലാളിത്തം അതിന്റെ എല്ലാ തിന്മകളും ഉള്ളതോടൊപ്പം തന്നെ നിലനിൽക്കാനുള്ള കാരണം മുതലാളിത്തത്തിൽ എന്തുണ്ട്, കുടുംബം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇപ്പോഴും തകർന്നിട്ടില്ല. അതുപോലെ തന്നെ കുടുംബത്തെ ഏറ്റവും പരിരക്ഷിക്കുന്ന സംവിധാനങ്ങൾ, മതങ്ങൾ ലോകത്തെ അതിജീവിക്കുന്നു. കുടുംബത്തെ കാര്യമായി ഗൗനിക്കാത്ത അല്ലെങ്കിൽ അതിന്റെ മൂല്യങ്ങളോട് എതിരിട്ട് സഞ്ചരിക്കുന്ന മതങ്ങൾ വലിയ തകർച്ചയെ അഭിമുഖീകരിക്കുന്നു എന്നുള്ള അമേരിക്ക കേന്ദ്രീകരിച്ചുള്ള മറ്റൊരു റിസർച്ച് സെന്ററാണ് പ്യൂർ റിസർച്ച് സെന്റർ. അവർ നടത്തിയ പഠന പ്രകാരം 2050 ആകുമ്പോഴേക്കും ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള മതങ്ങളിൽ ഒന്നായിട്ട് ഇസ്ലാം മാറും. പോപ്പുലേഷൻ കൊണ്ട് മാത്രമല്ല, സ്വാധീനം കൊണ്ടും ഏറ്റവും വലിയ. കാരണം അതിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത് കുടുംബം എന്ന കൺസെപ്റ്റിനെ അത് അംഗീകരിക്കുന്നുണ്ട്. മാതാപിതാക്കൾ, മക്കൾ, ഭാര്യാഭർത്താക്കന്മാർ, സദാചാരം പോലെയുള്ള മൂല്യങ്ങൾ അത് പരിഗണിക്കുന്നുണ്ട്. ആ രംഗത്ത് ഒരു നിയമം അതിന്റെ അകത്തുണ്ട്. മറ്റു മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പ്രാക്ടീസിങ് റിലീജിയൻ ആണെങ്കിലും അത് സ്പിരിച്വാലിറ്റി എന്നതിനപ്പുറത്തേക്ക്
ദൈനംദിന ജീവിതത്തിൽ അതെന്ത് ചെയ്യുന്നില്ല, ഇടപെടുന്നില്ല എന്ന കാരണത്താൽ ആ മതങ്ങളുടെ ദേവാലയങ്ങൾ, പാശ്ചാത്യ ലോകത്ത് ദേവാലയങ്ങൾ ലൈബ്രറികളായി മാറുന്ന, അത് ചർച്ചുകൾ മോസ്കുകളായി മാറുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇത് മധ്യകാലത്ത് തന്നെ ചർച്ചുകൾ വിറ്റ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് വേറൊരു വിഷയമായതുകൊണ്ട് അതിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. ഇസ്താംബൂളില് തുർക്കിയിലെ ഏറ്റവും കഴിഞ്ഞ 2 വർഷം മുമ്പ് നടന്ന ഏറ്റവും വലിയൊരു വിവാദമായിരുന്നു, 2019 നടന്ന വലിയൊരു വിവാദമായിരുന്നു. അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചായിരുന്നു ആഗിയ സോഫിയ. അത് ഒരു മ്യൂസിയമായി മാറി. ഉറുദുഖാന്റെ അധികാരം ഏറ്റെടുത്തതിനെ തുടർന്ന് എന്ത് ചെയ്തു, അത് വീണ്ടും മോസ്കാക്കി മാറ്റുന്ന, ആഗിയ സോഫിയ ചർച്ച് മോസ്കാക്കി തുർക്കികളുടെ കാലഘട്ടത്തില്. പിന്നീട് തുർക്കി മതേതരവൽക്കരിക്കപ്പെട്ടപ്പോൾ അത് ദേശീയ മ്യൂസിയമായി മാറി. അത് പിന്നീട് ഉറുദുഖാന്റെ അധികാരത്തിൽ വന്നപ്പോൾ അതിന്റെ പഴയ സ്റ്റാറ്റസ് ആയ മോസ്കിലേക്ക് വന്നു. അതിന്റെ പൊളിറ്റിക്സ്, അതിന്റെ ശരിതെറ്റുകളെ വിശകലനം ചെയ്യുകയല്ല. ഇത് എന്താണ്, യൂറോപ്യൻ നാടുകളിൽ സാർവത്രികമായി കൊണ്ടിരിക്കുന്ന പ്രതിഭാസമാണ്. പക്ഷേ 2050 ആകുമ്പോഴേക്കും യൂറോപ്പിൽ ഏറ്റവും സ്വാധീനമുള്ള മതം ഇതായി മാറും എന്നും പറയുന്നുണ്ട്. കാരണം പറയുന്നത് അതിന്റെ ഫാമിലി സെറ്റപ്പിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് എന്താണ്, ലോകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ ആരെല്ലാം കൊണ്ടുവന്നാലും കുടുംബം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ തകർക്കാൻ കഴിയില്ല. കാരണം അത് പടച്ചാമ്പുരാൻ തന്നെ ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ്. ഇസ്ലാമിന്റെ മനുഷ്യനെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ആദമിന്റെയും ഹവ്വയുടെയും കുടുംബ ജീവിതത്തിൽ നിന്ന് വികസിച്ചു വന്നതാണ് മനുഷ്യ സമൂഹം എന്നുള്ളതാണ്. നമ്മുടെ ആദ്യ പിതാവ് ആരാണ്? ആദമാണ്. ആദ്യ മാതാവ് ഹവ്വയാണ്. ആദമിന്റെയും ഹവ്വയുടെയും ദാമ്പത്യ ജീവിതത്തിലൂടെയാണ് മനുഷ്യൻ എന്ന് പറയുന്ന ഈ പ്രക്രിയ ലോകത്ത് സമൂഹം ഉണ്ടായിത്തീർന്നത്. മറ്റെല്ലാ മനുഷ്യനെ പറ്റിയിട്ടുള്ള അവന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഇസ്ലാം നിരാകരിക്കുകയാണ്. മനുഷ്യൻ എന്നുള്ളത് ശുദ്ധമായ ദൈവിക സത്തയിൽ നിന്ന് ഉണ്ടായ ഒരു ഭാഗത്ത് പറയുന്നു, ജനങ്ങളെ നിങ്ങൾ ഒരൊറ്റ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. മനുഷ്യരെ നിങ്ങളെ ഒരൊറ്റ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചു, അതിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണയെയും സൃഷ്ടിച്ചു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ അടിസ്ഥാനത്തിൽ മനുഷ്യവർഗത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്നാമത്തെ ഇടമാണ്, ഇൻസ്റ്റിറ്റ്യൂഷനാണ് കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ സ്കൂളില്ലാത്ത കാലം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ലോകത്ത് സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഒരുപാടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. സ്കൂള്, വിദ്യാലയങ്ങൾ, നഴ്സറി, ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ കുടുംബം ഇല്ലാത്ത ഒരു കാലഘട്ടം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കുടുംബമായിരുന്നു ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി. അച്ഛൻ പഠിപ്പിക്കുന്നു, അമ്മ പഠിപ്പിക്കുന്നു. ഇപ്പൊ ഹോം സ്കൂളിംഗ് എന്നൊക്കെ പറയുന്ന പുതിയ രീതിയായിക്കൊണ്ട് പറയുന്നത്, പക്ഷെ പുതിയ രീതിയല്ല. ഹോം സ്കൂളിംഗ് നേരത്തെ തന്നെ ഉള്ള സംവിധാനമാണ്. പക്ഷെ മനുഷ്യന്റെ എണ്ണം പെരുകിയപ്പോൾ, സൗകര്യങ്ങൾ ഉണ്ടായപ്പോൾ സ്കൂൾ സിസ്റ്റം ഉണ്ടായി, ടീച്ചർ ഉണ്ടായി, വിദ്യാഭ്യാസത്തിൽ പുതിയ മാനങ്ങൾ, കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒന്നാമത്തെ അവരുടെ ജീവിത ക്രമം രൂപപ്പെട്ടു വരുന്നത് കുടുംബമാണ്. അതുകൊണ്ട് അതിനെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റ് എന്നുള്ളത് മനുഷ്യന് ആനന്ദം നൽകുന്ന, അവന് സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന ഒന്നാമത്തെ കേന്ദ്രമാകണം നമ്മുടെ കുടുംബം എന്നാണ്. അങ്ങനെയാണോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയമാണ്. കുടുംബം സമാധാന, വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച ഒരു പദമാണ് സക്കീനത്ത്. അതുപോലെ തന്നെ റഹ്മത്ത്, അതുപോലെ തുമഅനീനത്ത്, ഇത് സമാധാനം, ശാന്തി പോലെയൊക്കെയുള്ള കാഴ്ചപ്പാട്. മവത്തത്ത്, റഹ്മത്ത്, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ നിങ്ങൾക്ക് ഇണകളുണ്ട്. അത് ആണായാല് പെണ്ണ് ഇണയായിട്ട് വരും, പെണ്ണായാലും ആണ് ഇണയായിട്ട് വരും. ഖുർആൻ അതിന് ഉപയോഗിച്ച പദം സൗജ് എന്ന പദം. ഇതിന് പുല്ലിംഗമോ സ്ത്രീലിംഗമോ ഇല്ല. സൗജ് എന്നതിന്റെ സ്ത്രീലിംഗം എന്ന് വെച്ചാൽ സൗജ് തന്നെയാണ്. സൗജത്ത് എന്ന് പിൽക്കാലത്ത് ഉണ്ടായതാണ്. സൗജത്ത് എന്ന പദം ഖുർആനിലില്ല. അസ്ലഹ്നാ ലഹു സൗജഹു എന്നാണ്. ഇബ്രാഹിം നബിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയെ നാം നന്നാക്കി കൊടുത്തു എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ച പദം സൗജ് എന്ന പദമാണ്. നമ്മൾ സൗജിന്റെ സ്ത്രീലിംഗം എന്ന് ചോദിച്ചാല് സൗജത്ത് എന്ന് പറയാം. അങ്ങനെ പറയേണ്ട കാര്യമില്ല. സൗജ് ആണിനും സൗജാണ്, പെണ്ണും സൗജാണ്. അപ്പൊ ഈ നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളെ അല്ലാഹു നിങ്ങൾ തന്നെ സൃഷ്ടിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ തസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ വേണ്ടി, ശാന്തി നുകരാൻ വേണ്ടി. ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ 2 വികാരങ്ങൾ അല്ലാഹു ഉണ്ടാക്കി. ഒന്ന് മവദ്ദത്ത്, മറ്റൊന്ന് റഹ്മത്ത്, പ്രണയം, കാരുണ്യം. അപ്പോ സമാധാനം, പ്രണയം, കാരുണ്യം, ഇത് വിശുദ്ധ ഖുർആനിലെ വളരെ ശ്രദ്ധേയമായി ഒരുപാട് വ്യാഖ്യാനം അതിനുണ്ട്. മനുഷ്യന് സമാധാനം കിട്ടേണ്ട ഒരിടം എന്താണ്? വീടാണ്. വീട്ടിൽ നിന്നാണ് അത് കിട്ടേണ്ടത്.
രണ്ടാമത്തെ ഒരു ആരാധനാലയാണ്. പള്ളിയിൽ പോയാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? മനസ്സിന് സമാധാനം. മനുഷ്യന് ശാന്തി കിട്ടുക, ഹൃദയത്തിന് സമാധാനം കിട്ടുക. എവിടെ നിന്നാണ്? ദൈവസ്മരണ. ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്മരിക്കപ്പെടുന്ന സ്ഥലം ഏതാണ്? മസ്ജിദാണ്, പള്ളിയാണ്, ആരാധനാലയമാണ്. അപ്പൊ ആരാധനാലയത്തിൽ നിന്ന് കിട്ടേണ്ട സമാധാനം, ശാന്തി പിന്നെ കിട്ടുന്ന എവിടെ നിന്നാണ്? വീട്ടിൽ നിന്നാണ്. ഇത് രണ്ടിൽ നിന്നും നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല എങ്കിൽ ലോകത്ത് വേറെ ഒരിടത്തു നിന്നും നിങ്ങൾക്ക് ഇത് നേടിയെടുക്കാൻ കഴിയില്ല. വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതല്ല എന്ത്? സമാധാനം. വേറെ എന്തും നമുക്ക് എന്ത് ചെയ്യാം? വില കൊടുത്ത് വാങ്ങാം. മധുരം വില കൊടുത്ത് വാങ്ങാം, പായസം വില കൊടുത്ത് വാങ്ങാം, നല്ല ഡ്രസ്സ് വില കൊടുത്ത് വാങ്ങാം, തണുപ്പ് വില കൊടുത്ത് വാങ്ങാം, ഓക്സിജൻ വില കൊടുത്ത് വാങ്ങാം, വാട്ടർ വില കൊടുത്ത് വാങ്ങാം. പക്ഷേ മനസമാധാനം വില കൊടുത്താൽ കിട്ടുന്നതല്ല. അതിന് വില നിർണയിക്കുവാനും കഴിയുകയില്ല. അത് കിട്ടേണ്ട ഇടം എവിടെയാണ്? വീടാണ്. രണ്ടാമത്തെ ഇടം ആരാധനാലയമാണ്. അപ്പോ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് കിട്ടുക? ആരാധനാലയത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ നമുക്ക് ആത്മശാന്തി കിട്ടും. ആരാധനകൾ നിർവഹിച്ചാലും നമുക്ക് എന്ത് ചെയ്യും? ആത്മശാന്തി കിട്ടും. പക്ഷേ വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ സമാധാനം കിട്ടും? പലരും ഉറക്കത്തിലേക്ക് പോകണ്ട. അതുകൊണ്ടാണ് ചോദ്യം ചോദിക്കുക, വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ സമാധാനം കിട്ടുമോ? കിട്ടുമോ? അവിടെ ആ പെണ്ണുങ്ങൾ ഒന്നും പറയാൻ അവർക്ക് കിട്ടുന്നെന്ന് എനിക്ക് തോന്നുന്നത്. പെണ്ണുങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ കിട്ടും. കാരണം പുരുഷൻ ഒച്ചപ്പാടുണ്ടാക്കാൻ നോക്കുമ്പോൾ അവര് ദൈവമേ രക്ഷിക്കണേ, പടച്ചവനെ കാത്തോളണം എന്നിങ്ങനെ വിചാരിച്ചിരുന്ന ഇയാളുടെ വർത്താനം കേൾക്കേണ്ടി വരില്ല. അപ്പൊ സമാധാനം കുറച്ച് കിട്ടും. കിട്ടുമോ? ഇല്ല. വീട്ടിലിരുന്നാൽ പ്രാർത്ഥിച്ചാൽ കിട്ടുന്നതല്ല സമാധാനം. വീട്ടിലെ സമാധാനം ജീവിച്ച് നേടേണ്ടതാണ്. അപ്പൊ എങ്ങനെയാണ് വീട്ടിലെ സമാധാനം കിട്ടുക? സൗജ് ആവുക എന്നാണ്. എന്താണ് ഈ സൗജ് എന്ന് പറഞ്ഞാല്? ഭാര്യയും ഭർത്താവും അല്ല. ഭാര്യ എന്ന് പറഞ്ഞാല് ഭരിക്കപ്പെടുന്നവളും ഭർത്താവ് ഭരിക്കുന്നയാളുമാണ്. ഇസ്ലാമിക് കൺസെപ്റ്റ് അനുസരിച്ചുകൊണ്ട് എന്തല്ല, പുരുഷൻ ഭരണകർത്താവും പെണ്ണ് ഭരിക്കപ്പെടുന്നവളും അല്ല. ഖുർആൻ ഉപയോഗിച്ച പദം അസ്വാജ് എന്നാണ്, ഇണകൾ എന്നാണ്. അസ്വാജ്, സൗജ്. ആണിന് സൗജ് പെണ്ണാണെങ്കിൽ പെണ്ണിന് സൗജ് ആണാണ്. എന്താണ് ഈ സൗജ് എന്ന് പറഞ്ഞാല്? സൗജ് എന്ന് പറഞ്ഞാല് വൈകാരികമായ പങ്കാളിത്തം, ആദർശപരമായ പൊരുത്തം, ശാരീരികമായ പങ്കുവയ്ക്കലുകൾ, അങ്ങനെ തുടങ്ങി മാനസികമായ, അങ്ങനെ തുടങ്ങി പുരുഷനിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പരസ്പരം പങ്കുവയ്ക്കാൻ കഴിയുന്ന കൂട്ടുകാരനും കൂട്ടുകാരിയുമാണെന്ത്? ഇത്. വൈകാരികമായി സ്ത്രീയെ ഒരു വശത്തേക്ക് വേറൊരു ലെവലിലാണ്, പുരുഷൻ വേറൊരു ലെവലിലാണ്. വിശ്വാസപരമോ ആദർശപരമോ ആയി ഒരു ധ്രുവത്തിലാണ് സ്ത്രീയെ, പുരുഷൻ മറ്റൊരു ധ്രുവത്തിലാണ്. അതുപോലെ തന്നെ ശാരീരികമായിട്ടും വേറെ രണ്ട് ധ്രുവങ്ങളിലാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇപ്പോഴല്ല തീരുമാനിക്കേണ്ടത്, വിവാഹത്തിന് മുമ്പാണ്. വിവാഹത്തിന് മുമ്പാണ് എന്ത്? തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട ആള് ആര് എന്ന് തീരുമാനിക്കും. പ്രവാചകൻ പറഞ്ഞു, ഹദീസാണ്, ഒരു സ്ത്രീയെ പല കാര്യങ്ങൾക്ക് വേണ്ടി പുരുഷൻ വിവാഹം കഴിക്കാറുണ്ട്. എന്തുവേണ്ട? അവരുടെ മാലിഹ, ഒരു ജമാലിഹ, ഒരു ഹസബിഹ, ഒരു ദീനിഹ, സ്ത്രീയുടെ സമ്പത്ത് നോക്കി, സൗന്ദര്യം നോക്കി, കുടുംബ മഹിമ നോക്കി, ആദർശ വിശ്വാസ ധാർമ്മിക പൊരുത്തം നോക്കിയൊക്കെ കല്യാണം കഴിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ എന്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്? ഈ പറയപ്പെട്ട ആദ്യത്തെ മൂന്നും ഭൗതികമായ കാര്യമാണ്. സമ്പത്ത് ഭൗതികമാണ്. അത് എത്ര കാലം നിലനിൽക്കും? ഒരാളെ സമ്പത്ത് നോക്കി, ഞാൻ കൂട്ടുകാരനെ കല്യാണം കഴിക്കാം, ഞാൻ ഇദ്ദേഹത്തെ എന്റെ ആത്മസുഹൃത്താക്കാൻ തീരുമാനിച്ചത്. എന്റെ പേരിൽ അദ്ദേഹത്തിന് ഒത്തിരി സമ്പത്തുണ്ട്, എനിക്ക് സാമ്പത്തികമായി ഒരുപാട് ഗുണം കിട്ടും. പക്ഷെ സമ്പത്ത് നിലനിൽക്കില്ല എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോകാം. കാരണം സമ്പത്ത് അതിന് സ്ഥായി ഭാവമില്ല. ഇന്നത്തെ സമ്പന്നൻ നാളത്തെ യാചകൻ, ഇന്നത്തെ മന്നവൻ നാളെ വെറും എത്തി. നമ്മളിപ്പോ പാട്ട് കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് സമ്പത്തിന് സ്ഥായി ഭാവമില്ല. അതുകൊണ്ട് സമ്പത്ത് നോക്കി ആരെയും വിവാഹം കഴിച്ചിട്ട് കാര്യമില്ല. സമ്പന്നൻ ദരിദ്രനാകാൻ വളരെ ചെറിയ സമയം മതി. അധികാരമുള്ള ആൾ ഇപ്പൊ ഇന്നലെ വരെയും അൻവർ ഒരു രാജാവായിരുന്നു. പക്ഷെ ഇന്ന് നാളെ എന്താകും എന്നുള്ളതിനെ നമുക്കൊട്ടും അറിയില്ല. ഇന്ന് നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്. നാളെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ടുണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അൻവറിന്റെ പ്രവചനം അനുസരിച്ച് ഡിസംബർ വരുമ്പോഴത്തേക്ക് മുപ്പത് ജയിലിലാകുമെന്നാണ് പറയുന്നത്.
അപ്പൊ അതുകൊണ്ട് ഭൗതികമായ സൗന്ദര്യത്തിനും സ്ഥായി ഭാവം, ഒരു രോഗം വന്നാൽ എന്താണ്, ഒരു സ്കിന്നിന് സോറിയാസിസ് സാർവത്രികമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് മുഖത്തൊരു രോഗം വന്നാൽ സൗന്ദര്യമൊക്കെ പോയി. എന്തായി സൗന്ദര്യം? അതുകൊണ്ട് സൗന്ദര്യത്തിന് സ്ഥായി ഭാവം ഇല്ല. കുടുംബ മഹിമ എന്നൊക്കെ പറയുന്നത് വെറും എന്താണ് മഹിമ, അത് എന്തായി തറവാടിത്തം എന്നൊക്കെ പറഞ്ഞാല്, അപ്പൊ പഴയ വലിയ തറവാട്ടുകാരായിരുന്നു എന്ന് പറയാം. ഇപ്പൊ അവരെന്തല്ല ഒരു പ്രതാപവും ഇല്ലാത്തവരായി മാറി. ആലത്തൂരുണ്ട് അങ്ങനത്തെ തറവാട്ടുകാര്, നാളെ ആലത്തൂരുള്ള ഈ തറവാട്ടുകാരൊക്കെ വലിയ തറവാട്ടിത്തം. അതുകൊണ്ട് അതും നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആണായാലും പെണ്ണായാലും പങ്കാളിയെ, ഇണയെ തിരഞ്ഞെടുക്കാൻ പാടില്ല. നിങ്ങൾ ധാർമ്മിക ആദർശ വിശുദ്ധിക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുരുഷനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിടയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിലും, സാമ്പത്തിക ഒരു കുടുംബത്തിൽ ദാരിദ്ര്യം ഉണ്ടായി, ദാരിദ്ര്യത്തെ എന്ത് ചെയ്യാൻ പറ്റും? രണ്ടുപേർക്കും ചേർന്നുകൊണ്ട് ഭർത്താവിനും അച്ഛനും വാപ്പാക്കും ഉമ്മാക്കും മക്കൾക്കും ചേർന്നുകൊണ്ട് അതിജീവിക്കാൻ കഴിയും. പരീക്ഷണങ്ങൾ, ഭൗതികമായ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ കഴിയും. എന്ത് വേണം അവർക്ക്? ആത്മീയമായ കരുത്ത് വേണം. ഇതില്ല എങ്കിൽ എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഇതിനെ അതിജീവിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മോറൽ പവർ, മൊറാലിറ്റി എന്ന് പറയുന്ന ഈ അടിത്തറയിൽ ജീവിതത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള, വിജയിപ്പിച്ചെടുക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ജീവിതത്തെ ധാർമ്മികവൽക്കരിക്കുക, മതവൽക്കരിക്കുക എന്നുള്ളത്, മതവൽക്കരണം എന്ന് പറഞ്ഞാല് ധാർമ്മിക വിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഇന്ന് ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന, നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിന്റെ ബൈ പ്രൊഡക്റ്റാണ് സ്വതന്ത്രവാദം എന്ന് പറയുന്നത്. നമുക്ക് ഭാര്യ ഉണ്ടായിരിക്കെ തന്നെ എന്ത് ചെയ്യുക, ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടാവുക, ഭർത്താവ് ഉണ്ടായിരിക്കെ തന്നെ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടാവുക, അവരുമായിട്ടും കൂടി എന്ത് ചെയ്യുക, ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുക. ഇത് എന്തല്ല, അനുവദനീയമല്ല. കുടുംബത്തിന്റെ സമാധാനം കെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വില്ലനാണ് എന്ന് പറയുന്നത്, ഭാര്യയ്ക്ക് ഭർത്താവിനെ കൂടാതെ ഒരു കൂട്ടുകാരൻ കൂടി ഉണ്ടാവുക, ഭർത്താവിന് ഭാര്യയെ കൂടാതെ ഒരു കൂട്ടുകാരി കൂടി ഉണ്ടാവുക, അവളുമായി സംസാരിക്കുക, അവളുമായി ചാറ്റ് ചെയ്യുക, അവരുമായി അത് പ്രണയത്തിലേക്കും പിന്നീട് ഭാര്യ ഉപേക്ഷിച്ച് അവരോടൊപ്പം ജീവിക്കുന്ന, ഭർത്താവിനെ ഉപേക്ഷിച്ച് അവരോടൊപ്പം ജീവിക്കുന്ന അവസ്ഥയിലേക്ക് വരെയും എത്തുന്ന സാഹചര്യങ്ങൾ, നിരവധി വിവാഹമോചന കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരും നമുക്ക് കാണുവാൻ കഴിയും. ദാമ്പത്യ തകർച്ചയുടെ വളരെ പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് അനുവദനീയമായ ഒരുമായിട്ടല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, സൗഹൃദം ഉണ്ടാകാൻ പാടില്ല. സ്ത്രീക്ക് ആരാണ് കൂട്ടുകാരൻ? തന്റെ ഭർത്താവായിരിക്കണം കൂട്ടുകാരൻ. പുരുഷന് ആരായിരിക്കണം പങ്കാളി? ജീവിത പങ്കാളി, കൂട്ടുകാരി ഭാര്യയായിരിക്കണം. അതല്ലാത്ത വേറൊരാളുമായിട്ടുമുള്ള രഹസ്യബന്ധം ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമികവൽക്കരണം, ജീവിതത്തെ ആത്മീയവൽക്കരിക്കുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിത്തറയാണ്. വിവാഹത്തിന്റെ തന്നെ പരമപ്രധാനമായ ലക്ഷ്യങ്ങളിൽ ഒന്നും അത് തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, യാ മഅ്ശറ ശബാബ്, അല്ലയോ ചെറുപ്പക്കാരെ, മനിസ്തദാനികുൽ ബാഅത്ത, നിങ്ങൾക്ക് ബാഅത്ത് എത്തിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വൈകാരികമായ പക്വത കൈവരിച്ചാൽ, ശാരീരികമായ കഴിവ്, സാമ്പത്തികമായ കഴിവ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരാളെ ജീവിതത്തിലേക്ക് പങ്കാളിയാക്കാനുള്ള കഴിവ്, യോഗ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ ഫലിയതസവ്വജ്, നിങ്ങൾ എന്ത് ചെയ്യണം? വിവാഹം കഴിക്കട്ടെ. അല്ലെങ്കിൽ ചെറുപ്പക്കാരൻ നിങ്ങൾ വിവാഹം കഴിക്കണം. പ്രവാചകന്റെ ഒരു കൽപ്പനയാണ്, വിവാഹം കഴിക്കൂ എന്ന് ആഹ്വാനം. ഇതൊക്കെ ഒരു പ്രവാചകൻ വന്ന് പറയേണ്ട കാര്യമാണെന്ന് തോന്നിപ്പോകും. ലോക ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമിക ചരിത്രത്തിൽ നിരവധി പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഖുർആൻ 25 പ്രവാചകന്മാരുടെ കഥ പറയുന്നുണ്ട്. അതിലൊരു പ്രവാചകന്റെ സബ്ജക്ട് ഓഫ് പ്രീച്ചിങ്, മതപ്രബോധനത്തിന്റെ വിഷയം വിവാഹം ആയിരുന്നു. മതപ്രബോധനത്തിന്റെ വിഷയം വിവാഹം പഠിപ്പിക്കാൻ വേണ്ടി, ദാമ്പത്യ ജീവിതം പഠിപ്പിക്കാൻ വേണ്ടി പടച്ചാമ്പുരാൻ ഒരു പ്രവാചകനെ അയച്ചു. ഏതാണ് ആ പ്രവാചകൻ? അങ്ങനെ അറിയോ? ലൂത്ത് അലൈഹിസ്സലാം. അദ്ദേഹം വന്ന ജനത ഏതായിരുന്നു? അവിടെ ഇരിക്കുന്ന സ്ത്രീകളൊന്നുമല്ല, പെൺകുട്ടികൾ. സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞ വലിയ ഉമ്മമാരെ പറയുന്നതാണ്. ഏതായിരുന്നു അവര്? ലൂത്ത് നബി വന്ന ജനതയുടെ പേരെന്താ? ആരോ? ആര്? സദോം നിവാസികൾ. അപ്പൊ ഈ അവിടെ വന്നിട്ട് നിങ്ങൾ പറഞ്ഞ എന്താണ്? നിങ്ങൾ വിവാഹം കഴിക്കണം എന്നാ പറഞ്ഞത്. കാരണം അവർക്കൊരു ഇടങ്ങാറ് പിടിച്ച പ്രശ്നം ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ LG എന്ന് പറയുന്ന ലെസ്ബിയൻ ഗേ
പുരുഷൻ പുരുഷനെയും സ്ത്രീ സ്ത്രീയെയും വിവാഹം കഴിക്കുന്ന ഏർപ്പാട്. ഇപ്പൊ ഇത് പുതിയതാണെന്നാണ് വിചാരിച്ചത്. ആധുനിക ലോകത്ത് ഇപ്പൊ ഉണ്ടായ പുതിയൊരു കാഴ്ചപ്പാടാണ് ഇത്. അതിനെ എതിർക്കുന്നവരൊക്കെ പഴഞ്ചന്മാരാണ്. ഇത് പഴയ പ്രാകൃതമായ ഒരു വൃത്തികെട്ട പരിപാടിയാണത്. ലൂത്ത് നബി എന്ന് പറഞ്ഞാല് മഹാനായ ഇബ്രാഹിം നബിയുടെ സമകാലം 4500 വർഷം പഴക്കമുള്ള അതിപ്രാകൃതമായ തിന്മയാണ്, മ്ലേച്ഛ പ്രവർത്തനമാണ് ഏത് ഈ ആധുനിക കൾച്ചറൽ ലിബറലിസം കൊണ്ടുവന്ന ഈ പുതിയ സിദ്ധാന്തം എന്ന് പറയുന്നത് ജെൻഡറിസം എന്നാണ്. പക്ഷെ ഇത് പ്രാകൃതമാണ്. അപ്പൊ അവരോട് പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കണം. നിങ്ങൾ പുരുഷന്മാരെ പ്രാപിക്കുകയോ പുരുഷന്മാരോട് സ്ത്രീകൾ പ്രാപിക്കും. നിങ്ങൾ നിങ്ങളുടെ യോഗ സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലും ഈ നീചകൃത്യം ചെയ്യുന്നുവോ? അതുകൊണ്ട് ലോകത്തിൽ ആരും കൊണ്ടുവന്നിട്ടില്ലാത്ത ചെയ്തിട്ടില്ലാത്ത ഈ മ്ലേച്ഛത നിങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല. ഇതെന്റെ പെൺമക്കളാണ്, ഇവർ പരിശുദ്ധരാണ്, ഇവരെ വിവാഹം കഴിച്ചു, നിങ്ങൾ ജീവിക്കൂ എന്ന് സദോമികളോട് പറഞ്ഞു. പക്ഷെ അവരത് കൂട്ടാക്കാൻ തയ്യാറില്ല. അങ്ങനെയാണ് അവരെ നശിപ്പിച്ചു കളഞ്ഞ. ആ നശിപ്പിച്ചപ്പെട്ട പ്രദേശം ചാവുകടൽ എന്നറിയപ്പെട്ടത് സിംബോളിക്കാണ്. ചാവുകടലാവാൻ കാരണം എന്ന് വെച്ചാൽ സ്ത്രീ സ്ത്രീയെയും പുരുഷൻ പുരുഷനെയും പ്രാപിച്ചാൽ അത് ജീവനെ തകർക്കും. ആ ജലത്തിൽ ജീവന്റെ അംശമില്ല. ചാവുകടൽ സന്ദർശിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അതിനെപ്പറ്റി അറിയാതല്ല വിശദീകരിക്കുക. അപ്പോ ഒരു പ്രവാചകൻ ലോകത്തേക്ക് അയച്ചു. അതുകൊണ്ട് പ്രവാചകൻ ചെറുപ്പക്കാരോട് പറയുകയാണ്, നിങ്ങൾ വിവാഹ പ്രായം എത്തിയാൽ എന്ത് ചെയ്യണം? വിവാഹം കഴിക്കുക. എന്താണ് വിവാഹത്തിന്റെ ലക്ഷ്യം? ഇത് നിങ്ങളുടെ നേത്രങ്ങൾക്കും നിങ്ങളുടെ ലൈംഗിക അവയവങ്ങൾക്കുമുള്ള കവചമാണ്. അഗംബുലിൽ ബസർ, ധാർമ്മിക വിശുദ്ധി. നിങ്ങളുടെ കണ്ണുകൾ അന്യ സ്ത്രീകളിലേക്ക് പോകാതിരിക്കാൻ, നിങ്ങളുടെ കണ്ണുകൾ അന്യ പുരുഷന്മാരിലേക്ക് പോകാതിരിക്കാൻ, നിങ്ങളുടെ ലൈംഗിക അവയവങ്ങൾ അത് സദാചാര വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ ഏറ്റവും പരിശുദ്ധമായ ഇതാണ്, വിശുദ്ധിയാണ് ഈ സദാചാരം എന്ന് പറയാം. തകർന്നു പോയാൽ പിന്നെ മനുഷ്യൻ ഒന്നിനും കൊള്ളില്ല. അത് തകർന്നു പോയാൽ നിങ്ങൾ എത്ര വലിയ ലിബറലിസ്റ്റുകളാണ് എന്ന് പറഞ്ഞാലും എന്താണ്, ഭയങ്കര സ്വതന്ത്രവാദികളായിരിക്കും. പക്ഷെ തന്റെ കാമുകി തന്നെ ഉപേക്ഷിച്ച് മറ്റൊരാളെ പ്രണയിക്കാൻ തുടങ്ങിയാൽ ലിബറലിസം അവിടെ അവസാനിക്കും. അത് ഗേ ആയാലും ലെസ്ബിയൻ ആയാലും ഏതിലായാലും അവരെല്ലാം സ്വാർത്ഥ. അവിടെ എന്നെ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, എന്റെ കാമുകി പ്രണയിക്കാവൂ. പക്ഷേ ഞാൻ അന്യന്റെ ഭാര്യയെ എന്ത് ചെയ്യും? പ്രണയിക്കും. എന്റെ കാമുകി എന്നെ മാത്രം പ്രണയിക്കണം, എന്റെ ഭാര്യ എന്നോടൊപ്പം മാത്രം ജീവിക്കണം. പക്ഷെ ഞാൻ പല ഭാര്യമാരോടും ഒപ്പം പലരുടെയും ഭാര്യമാരെയും മോഹിക്കും, കാമിക്കും. ഇത് ഒരുതരം സ്ത്രീ വിരുദ്ധതയാണ്. ലിബറലിസത്തിന്റെ ആദ്യത്തെയും ഒടുവിലത്തെയും വില സ്ത്രീകളാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട, അതുകൊണ്ട് ഈ മൂല്യം സംരക്ഷിക്കുവാൻ കുടുംബം കൂടിയേ മതിയാകൂ. സദാചാര വിശുദ്ധി സംരക്ഷിക്കാൻ കുടുംബം. ഇതില്ല, സദാചാരം തകർന്നു പോയി കഴിഞ്ഞാൽ സമൂഹം തകരും. അതിന്റെ ഉദാഹരണമാണ്, ആധുനിക കാലത്തെ ഉദാഹരണമാണ് സോവിയറ്റ് റഷ്യ, പൗരാണിക കാലത്തെ ഉദാഹരണമാണ് സദോമികൾ. ഇന്ന് യൂറോപ്പ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങളിൽ ഒന്നും അതാണ്. എന്നിട്ട് റസൂല് പറഞ്ഞു, എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞു, സമാധാനം കിട്ടാനുള്ള രണ്ട് വഴി എന്താണ്? ഒന്നെന്താണ്? കുടുംബം. രണ്ടാണ് കുടുംബം. ഒന്ന് ആരാധനയാണ്. ഇവിടെ റസൂല് പറഞ്ഞു, നിങ്ങൾക്ക് ഒരാൾക്ക് വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ല എങ്കിലോ ഒമല്ലം യസ്തത്യ, ഒരാൾക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുന്നില്ല, പല കാരണങ്ങൾക്കാണ്. കുടുംബത്തിലെ പ്രാരാബ്ദം, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, മാനസികമായ ടെൻഷൻ ഇതൊക്കെ ഉണ്ട്. അപ്പൊ അവൻ എന്ത് ചെയ്യണം? അവൻ വ്രതം അനുഷ്ഠിക്കട്ടെ. ഇപ്പൊ ദാമ്പത്യത്തിലൂടെയും വിവാഹത്തിലൂടെയും നേടാനുള്ള നേട്ടം ഏതാണ്? വ്രതത്തിലൂടെ നേടിയെടുക്കാനുള്ള വിശുദ്ധി തന്നെയാണ്. വ്രതം ആത്മീയമായ വിശുദ്ധി നിങ്ങൾക്ക് നേടിത്തരുമെങ്കിൽ ദാമ്പത്യവും അതേ വിശുദ്ധി തന്നെ നിങ്ങൾക്ക് നേടിത്തരും. വ്രതത്തിലൂടെയും നമുക്കുണ്ടാവേണ്ടത് എന്താണ്? ധാർമ്മികമായ ഔന്നത്യവും സദാചാരപരമായ, ഇതിനാണ് തഖ്വ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിച്ച തഖ്വ എന്നൊക്കെ പറഞ്ഞ താടി നീട്ടി വളർത്തുക, തൊപ്പി വളർത്തുക, ബുർഖ ധരിക്കുക എന്നൊക്കെയുള്ള ഈ അതിന്റെ പ്രകടമായ അടയാളങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ യൂസുഫ് കർദാവിയുടെ ഒരു കവിതയുണ്ട്. എന്താണ് ഈ തഖ്വ എന്ന് പറഞ്ഞാൽ? മഖ്സൂറത്തുൻ അലാ സലാത്തിൽ മുസല്ലി, നമസ്കാരക്കാരന് നമസ്കാരത്തിലും
നോമ്പുകാരന്റെ നോമ്പിനും പരിമിതമല്ല. അതിനപ്പുറമാണെന്ത് തഖ്വ എന്ന് പറയുന്നത്. അത് ദൈനംദിന ജീവിതത്തിൽ മനുഷ്യൻ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന ധാർമ്മിക ആദർശ വിശുദ്ധിയെ സംബന്ധിച്ചുള്ള പദമാണ്. ഈ വിശുദ്ധിയാണ് നോമ്പിലൂടെ നേടിയെടുക്കാനുള്ളത് എങ്കിൽ അതേ വിശുദ്ധി തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിലൂടെയും നമുക്ക് നേടിയെടുക്കാനുള്ളത്. അതുകൊണ്ട് ഇവിടെ ദമ്പതികളായി ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ ദാമ്പത്യത്തിലൂടെ നിങ്ങൾക്ക് തഖ്വ നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നോമ്പിലൂടെ നേടിയ തഖ്വയും ആരാധനയിലൂടെ നേടിയ സമാധാനവും കുടുംബജീവിതത്തിലൂടെ നേടിയെടുക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കുടുംബം, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കുടുംബം എന്ന പദത്തെ ഭാഷാ പണ്ഡിതന്മാർ കൂടുമ്പോൾ ഇമ്പമുള്ളത്. സക്കീനത്ത് മസ്കൻ, ഭവനത്തെ പറ്റി ഖുർആൻ പറഞ്ഞത് മസ്കൻ എന്നാണ്, സക്കീനത്തുള്ള ഇടമാണ്. അതുകൊണ്ട് നമുക്ക് സമാധാനം കിട്ടേണ്ട ഇടം എവിടെയാണ്? വീടാണ്. അല്ലാതെ ക്ലബിൽ നിന്ന് സമാധാനം കിട്ടില്ല. ആരാധനാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ സമയത്ത് സമാധാനം ഉണ്ടാകും. പക്ഷേ പള്ളിയിൽ നിന്ന് വരേണ്ടത് എവിടേക്കാണ്? വീട്ടിലേക്കാണ്. വീടിനെ പറ്റി ഓർക്കുമ്പോൾ പേടിയാവുകയാണ് പലർക്കും. പടച്ചോനെ എങ്ങനെ അവളെ കാണും, എങ്ങനെ ഇപ്പൊ വരാറായി, എന്താ പടച്ചോനെ ഇപ്പോഴത്തെ ആര് വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇപ്പൊ മകൻ കോളേജ് വിട്ടുപോകും, അവൻ ഇന്ന് ഏത് കോലത്തിലായിരിക്കും വരിക? ഇതിനെ പറ്റിയുള്ള ഭീതിയാണ് ആർക്ക്? ഭർത്താവിന് ഭാര്യയെ പറ്റി, ഭാര്യയ്ക്ക് ഭർത്താവിനെ പറ്റി, വാപ്പാക്ക് ഉമ്മാക്കും മക്കളെ പറ്റി, മക്കൾക്ക് വാപ്പാനെ പറ്റി, ഉമ്മാനെ പറ്റി. ഇപ്പൊ ഉമ്മ വരും, ഇപ്പൊ ഉപ്പ വരും. നമ്മൾ പറയാറില്ലേ ഇപ്പൊ വരൂ കേട്ടോ, ഞാൻ പറയും. അങ്ങനെ നമ്മള് മക്കളെ പേടിപ്പിച്ചു നിർത്തിയാണ്. അപ്പൊ അങ്ങനെ പേടിക്കേണ്ട ഒന്നല്ല ഉപ്പയെന്ന്, അങ്ങനെ പേടിക്കേണ്ട ഒന്നല്ല ഉമ്മയെന്ന്, അങ്ങനെ പേടിക്കേണ്ട ആളല്ല ഭർത്താവ് എന്ന്, അങ്ങനെ പേടിക്കേണ്ടവളല്ല എന്റെ ഭാര്യ എന്ന്. അവൾ ഇപ്പൊ വരും, എനിക്ക് സമാധാനമാകും. അദ്ദേഹം ഇപ്പൊ വരും, വാപ്പ വരും, മക്കളെ നമുക്ക് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കുടുംബത്തെ സംബന്ധിച്ചുള്ള ഒരു സങ്കല്പം എന്ന് സൂചിപ്പിക്കുകയാണ് ഒന്നാമതായിട്ട്. രണ്ടാമത്തത്, എല്ലാ നന്മകളുടെയും തുടക്കം അവിടെ നിന്നായിരിക്കണം, കുടുംബത്തിൽ നിന്ന് ആയിരിക്കണം. നമ്മളൊരു ദൗത്യമുള്ള നമ്മളൊരു ഉമ്മത്താണ്, വലിയൊരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ട ജനത. ഇപ്പൊ സോൾഡാറ്റിയുടെ പ്രവർത്തകരായിരിക്കും മിക്കവാറും ഇവിടെ ഉള്ളത്, അവരുടെ കുടുംബങ്ങളായിരിക്കും, അവർ ക്ഷണിച്ചവരും അവരോട് സ്നേഹമുള്ളവരും പ്രതിബദ്ധതയോടും ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ ഇസ്ലാമിനോട് ആഭിമുഖ്യമുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാകണം, ഇസ്ലാമിന്റെ എല്ലാ നന്മകളും ഉണ്ടാകണം. അത് ആത്മീയ നന്മയായാലും ആരാധനാ നന്മയായാലും ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളിൽ ആയ രംഗങ്ങൾ അത് ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിശുദ്ധികളാണെങ്കിലും അത് അവിടെ നിന്നാണ് ഉണ്ടാവേണ്ടത്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പോ ഈ സോൾഡാറ്റിയുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഇതിന്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് പലയിടങ്ങളിലേക്കും പോയിട്ടുണ്ട് അല്ലെ. ഭാര്യയെ ഈ പരിപാടിയിലേക്ക് ആദ്യം ക്ഷണിച്ചവർ എന്ന് കൈവയ്ക്കുകയും സോൾഡാറ്റി പ്രവർത്തകരായ ജമാഅത്ത് പ്രവർത്തകരായ ആളുകൾ തന്റെ പെൺമക്കളെ അല്ലെങ്കിൽ ഭാര്യയെ ആദ്യം ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചവർ. പിന്നെ ക്ഷണിച്ചിട്ടുണ്ടാകും, ആരെങ്കിലും ഉണ്ടോ? സ്ത്രീകളായിട്ടുള്ള പ്രവർത്തകരുണ്ട്. എന്റെ ഇക്ക ഇതിന്റെ അകത്ത് വരണം, ഭർത്താവ് വരണം എന്ന് വിചാരിച്ച് ആദ്യം അയാൾക്ക് ഇതിന്റെ ഫ്ലയർ അയച്ചു കൊടുത്ത, അല്ലെങ്കിൽ കത്ത് കൊടുത്ത, അല്ലെങ്കിൽ മെസ്സേജ് കൈമാറിയ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കേ. ഉണ്ടോ? ഒരാളേ ഉള്ളൂ. സ്ത്രീകൾ കുറെ പേരുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് മനസ്സിലായി ഇവരെയൊക്കെ നന്നാക്കി എടുക്കേണ്ടതുണ്ട് എന്ന ബോധം അവർക്ക് ഉണ്ടായി. ഭാര്യമാരെ പറ്റിയിട്ട് അവരിപ്പോ ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ടൊന്നും വലിയ കാര്യം ഇല്ല. അപ്പോ ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മള് എല്ലാ സാമൂഹ്യ പ്രവർത്തനവും എവിടെ നിന്ന് ആരംഭിക്കുക? തൊട്ടടുത്തവന്റെ വീട്ടിൽ നിന്നാണ്. പക്ഷെ പ്രവാചകൻ പഠിപ്പിച്ച രീതി എന്താണ്? സ്വന്തം വീട്ടിൽ നിന്നാണ് പരിവർത്തനം ആരംഭിക്കേണ്ടത്. ഖദീജ ബീവി വഹി കിട്ടിയിട്ട് ആദ്യം എങ്ങോട്ടാ പോയത്? അല്ല, റസൂല് ഖദീജ ബീവിയുടെ അടുക്കലേക്കാ പോയത്. ദമ്മിലൂനി എന്നെ പുതച്ച് വിറച്ച് പനിച്ചു വരുന്ന ആദ്യം ആശ്വസിപ്പിക്കുന്ന ആരാണ്? ഖദീജ ബീവിയാണ്. നബിയോട് പ്രബോധന പ്രവർത്തനം പരസ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കൽപ്പന വന്നപ്പോൾ ഖുർആൻ എന്താ പറഞ്ഞത്? വൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, നീ നിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. അങ്ങനെയാണ് ജബൽ നൂറിൽ കയറിയുന്നുകൊണ്ട് യാ ബനി അബ്ദി മനാഫ്, യാ ബനി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് കുടുംബമേ, അബ്ദു മനാഫ് കുടുംബമേ, അബ്ദുൽ ഷംസ് കുടുംബമേ, ബനു ഉമയ്യ കുടുംബമേ, അങ്ങനെ തന്റെ പ്രിയപ്പെട്ട വാപ്പ ഒത്ത സഹോദരന്മാരായി വരുന്ന കൊച്ചാപ്പ മൂത്താവന്മാരും അവരുടെ മക്കളെയൊക്കെയാണ് വിളിച്ചു വരുത്തിയത്. എന്നിട്ടാണ് അവരോടാണ് ആദ്യമായിട്ട് എന്ത് പറയുന്നത്? ഈ കാര്യം പറയുന്നത്. എന്നിട്ടാണ് പ്രബോധന പ്രവർത്തനം ആരംഭിച്ചത്. അതുകൊണ്ട് എല്ലാ സംസ്കരണ പ്രവർത്തനങ്ങളും പരിഷ്കരണ പ്രവർത്തനങ്ങളും നമ്മൾ എവിടെ നിന്ന് ആരംഭിക്കണം? സ്ത്രീകൾ നിങ്ങളുടെ പുരുഷന്മാരിൽ നിന്നും, പുരുഷന്മാർ നിങ്ങളുടെ സ്ത്രീകളിൽ നിന്നും,
വാപ്പമാർ സ്വന്തം മക്കളിൽ നിന്നും ഉമ്മമാർ സ്വന്തം മക്കളിൽ നിന്നും ആയിരിക്കണം. മനസ്സിലായോ? ഇത് സാധ്യമല്ല. ലോകം നന്നാക്കിയിട്ട് വീട് നന്നാക്കാൻ നേരം കിട്ടാത്ത പോയ ആളുകളാണ് നമ്മൾ. നിരന്തരം പണിയാണ്. ഏതുപോലെ പട്ടിയെ പോലെ നിന്നും ഉള്ളാൻ പോലും സമയമില്ലാതെ പോണ വഴിക്ക് കാലുപൊക്കി ഈ കാര്യം സാധിച്ചു പോവുകയാണ്. ഇതിന്റെ ഇടയിൽ നമ്മൾ കുടുംബത്തെ മറന്നു പോകാൻ പാടില്ല. പ്രവാചകൻ അങ്ങനെയാണ് ചെയ്തത്. ഖുർആൻ ഒരു ആയത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറാ. നിങ്ങൾ ഒന്നാമത് നിങ്ങളെ നന്നാക്കണം, രണ്ടാമത് നിങ്ങളെ നാടിനെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഇറങ്ങി പുറപ്പെടുന്ന ആളോട് പറയാണ് നിങ്ങളെ നന്നാക്കണം. നിങ്ങളെ നന്നാക്കാൻ നിങ്ങൾ നാടിനെ നന്നാക്കാൻ പോയിട്ടൊരു കാര്യമില്ല. അത് നന്നാവുകയില്ല. നിങ്ങളിൽ ഉണ്ടാകാത്ത മാറ്റം നാട്ടിലുണ്ടാക്കാൻ കഴിയില്ല. നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാക്കാത്ത ചേഞ്ച് നിങ്ങൾക്ക് സൊസൈറ്റിയിൽ ഉണ്ടാക്കാനും കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെയും നരകാഗ്നിയിൽ നിന്ന് കാത്തു രക്ഷിക്കണം എന്ന് പറയണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ പ്രാർത്ഥന എന്താണ്? റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. പടച്ചവനെ, വാർദ്ധക്യത്തിൽ മക്കൾ ഉണ്ടാകാതെ വന്നപ്പോഴും എനിക്ക് നല്ല മക്കളെ തരണം. ഞങ്ങളെ വിഗ്രഹാരാധനയിൽ നിന്ന് രക്ഷിക്കണം. വജാൽന മുസ്ലിമൈൻ ലക്ക, ഞങ്ങൾ രണ്ടുപേരെയും മുസ്ലിങ്ങളാക്കണം. എന്നിട്ടാ ഉമ്മത്ത് മുസ്ലിം ഉണ്ടാവണം എന്ന് പറഞ്ഞത്. നമ്മൾ സാമൂഹ്യ പരിഷ്കരണത്തിന് ഇറങ്ങിയിട്ട് കുടുംബത്തെ മറന്നു. മക്കള് വേറെ വഴിക്ക് പോകും, വാപ്പ വേറെ വഴിക്ക് പോകും, ഉമ്മ വേറെ വഴിക്ക്. ഇങ്ങനെയാകാൻ പാടില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട്, ലുഖ്മാൻ ഒരു തത്വജ്ഞാനിയായിരുന്നു. അദ്ദേഹം തന്റെ മകനെ, യാ ബുനയ്യ അഖിമി സ്വലാ, മോനെ നീ നമസ്കരിക്കണം, നന്മ കൽപ്പിക്കണം, തിന്മ തടയണം. നന്മ കൽപ്പിക്കുക, തിന്മ തടയുക എന്നുള്ളത് സാമൂഹികമായി വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന, പ്രശ്നം ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ആ മാർഗത്തിൽ നിനക്ക് എന്തെല്ലാം പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നാലും എന്ത് ചെയ്യണം? നീ അതിനെ തരണം ചെയ്യണം. നേരിടാൻ തയ്യാറായേ പറ്റൂ. നീ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല? ആ മാർഗത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. നിനക്ക് ജീവൻ നഷ്ടപ്പെടാം, നീ കൊല്ലപ്പെടാം, മർദ്ദിക്കപ്പെടാം. എന്നാലും നീ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ ലുഖ്മാൻ തന്റെ മകനെ ഉപദേശിക്കും. നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. മക്കൾ നമ്മുടെ കണ്ണാടിയാണ്. നാം എന്താണോ അതാണ് മക്കളിലും ഉണ്ടാവും. കണ്ണാടിയിൽ പോയിട്ട് കണ്ണാടി ഉടച്ചിട്ട് കാര്യമില്ല നമ്മൾ പറയാറില്ലേ? കണ്ണാടി ഉടച്ചിട്ട് എന്താണ് കാര്യം? മുഖം നന്നാവാത്തതിന് കണ്ണാടി പൊട്ടിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾ കൊള്ളാത്തതിന് മക്കളെ അടിച്ചിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് മക്കൾ നമ്മയാണ് എന്ത് ചെയ്യുന്നത്? അനുകരിക്കുന്നത്. നമ്മൾ പറയാറില്ലേ 10 ഗുണം 10 ഗുണം എന്ന്. ഇത് പഴഞ്ചൊല്ലല്ല. നിന്റെ വാപ്പ ഇങ്ങനെയായിരുന്നു, പിന്നെ നീ എങ്ങനെ ആവാതിരിക്കാന്ന് സാധാരണ പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നതാണ്. എങ്കിലും പറഞ്ഞില്ലേലും കാര്യം അങ്ങനെ. അതുകൊണ്ട് ഉപ്പയും ഉമ്മയും എന്ത് ചെയ്യണം? മക്കൾക്ക് മാതൃകയാകണം. പള്ളിയിൽ പോകുന്ന കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണത്തിൽ കേട്ടു, കൗൺസിലിംഗ് നടത്തുന്നയാളാണ്. അദ്ദേഹം മകനെ കൊണ്ട് കൗൺസിലറിന്റെ അടുത്തേക്ക് വന്നേക്കുക. അപ്പൊ എന്താ പ്രശ്നം? ഇവൻ പള്ളിയിൽ പോകില്ല സാറേ, മതപരമായ ഒരു നിഷ്ഠയില്ല, നോമ്പ് കുടിക്കില്ല, ഖുർആൻ ഓതില്ല. അപ്പൊ ചോദിച്ചു, നിങ്ങളോ? എനിക്ക് പണിയുടെ തിരക്കുകൊണ്ട് പള്ളിയിലൊന്നും പോകാൻ കഴിയാറില്ല, ജുമായക്കൊക്കെ കഷ്ടിച്ചാണ് എത്താറ്, എന്നാലും പെരുന്നാൾക്കൊക്കെ ഞാൻ എന്തായാലും കൃത്യമായിട്ട് പള്ളിയിൽ പോകാറുണ്ട്. അപ്പൊ അയാൾ പറയാണ്, ഇങ്ങനെയുള്ള ഒരാളുടെ മകൻ എങ്ങനെയാ പള്ളിയിൽ പോവുക? അതുകൊണ്ട് നമ്മൾ മക്കൾ എന്താകണമെന്നാണോ ആഗ്രഹിക്കുന്നത് അതിന്റെ 10 മടങ്ങ് നമ്മളായാലേ അതിന്റെ 1% മക്കൾ ആവുകയുള്ളൂ. നമ്മൾ മക്കൾക്ക് മോഡൽ ആകണം. നമ്മൾ മക്കളെ പറ്റി ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇപ്പോ ഒരു ചെറിയ കുട്ടികൾ ഉള്ളവർക്കല്ല, ഒരു 10ാം ക്ലാസ് ഒക്കെ ഹൈസ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ മക്കളെയും കൊണ്ട് കൗൺസിലിങ്ങിന് പോകലാണ് മാതാപിതാക്കളുടെ പ്രധാനപ്പെട്ട പണി. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല സ്വഭാവ വൈകൃതങ്ങളും അവരിൽ ഉണ്ടാകും. എങ്ങനെയാണ് ഈ വൈകൃതം ഉണ്ടാകുന്നത്? അത് ഉണ്ടാകുന്നത് മാതാപിതാക്കളുടെ പ്രവർത്തനം. അതുകൊണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് എന്താണ് ഏറ്റവും വലിയ മാതൃകയാകണം. അവര് പരസ്പരം വീട്ടിലിരുന്ന് എന്ത് ചെയ്യാൻ പാടില്ല? മക്കളുടെ സാന്നിധ്യത്തിൽ വഴക്കിടാൻ പാടില്ല, തർക്കിക്കാൻ പാടില്ല, ബന്ധുക്കളെ കുറ്റം പറയാൻ പാടില്ല. നമുക്ക് മാതാപിതാക്കൾ ഉണ്ടാകും. നമ്മുടെ മാതാപിതാക്കളെ പറ്റി കുറ്റം പറയുന്ന അമ്മായിയപ്പൻ എന്നുള്ള ആ രീതിയെ തന്നെ പാടില്ല. എന്റെ ഉമ്മയായിരിക്കണം എന്റെ ഭാര്യയുടെ ഉമ്മയും, എന്റെ ഭാര്യയുടെ ഉമ്മയെയും എന്റെ ഉമ്മയെ പോലെ കാണാൻ, നിങ്ങളുടെ ഭർത്താവിന്റെ ഉമ്മയെ നിങ്ങളുടെ ഉമ്മയെ പോലെ കാണാൻ, വാപ്പയെ അങ്ങനെ കാണാൻ കഴിയുമ്പോൾ മാത്രമാണ്. എന്റെ ഉമ്മ എന്നെ ചീത്ത പറഞ്ഞാൽ എനിക്ക് എന്തുണ്ടാവില്ല? ഒരു സങ്കടമല്ല. പക്ഷെ ഭാര്യയുടെ ഉമ്മ, മോനെ നീ ആ ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞാല് അവരെന്താ ഇപ്പൊ എന്നെ ഇങ്ങനെ. എന്റെ ഭാര്യയെ അവരുടെ ഉമ്മ എത്ര ചീത്ത പറഞ്ഞാലും വഴക്ക് പറഞ്ഞാലും എന്റെ ഉമ്മ എന്നെ വഴക്ക് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഭർത്താവിന്റെ ഉമ്മ വഴക്ക് പറയുമ്പോഴേക്കും എന്തായി?
ഭയങ്കര പ്രശ്നമായി. പക്ഷേ എന്ത് ചെയ്യണം? രണ്ടിനെയും ഉമ്മയായി ഉപ്പയായി ഉൾക്കൊള്ളാൻ കഴിയണം. ഇവിടെ മുതിർന്ന ഉമ്മമാരും ഉപ്പമാരില്ലാന്ന് തോന്നുന്നു. പക്ഷെ അവരെന്ത് വേണം? മുതിർന്നവർ തങ്ങളുടെ മക്കളുടെ ഭാര്യമാരെ, മക്കളുടെ ഭർത്താക്കന്മാരെ സ്വന്തം മക്കളായിട്ട്, സ്വന്തം മകളെ സ്നേഹിക്കുന്ന പോലെ മരുമകളെ പരിഗണിക്കാൻ, സ്വന്തം മകനെ പോലെ മരുമകൻ അത്ര വലിയ പ്രശ്നം നേരിടേണ്ടി വരില്ല. മരുമകനായിരിക്കും വീട്ടില് ആൺമക്കളെക്കാളും വലിയ വോയിസ് ഉണ്ടാവുക. പക്ഷെ പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു പരിഗണന ചിലപ്പോൾ കിട്ടില്ല. പക്ഷെ അത് കിട്ടണം. രണ്ടാണ് എന്ന രീതിയിൽ ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാമിക പാരമ്പര്യത്തിൽ അങ്ങനെ നമുക്ക് കാണാൻ കഴിയില്ല. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടില് മരുമക്കൾ എന്ന രീതിയിലുള്ളവർ അലി റളിയല്ലാഹു അൻഹു സ്വന്തം മകനെ പോലെ പരിഗണിക്കപ്പെട്ട ആളായിരുന്നു. പ്രവാചകന്റെ മക്കൾ അങ്ങനെയായിരുന്നു. അതുപോലെ സഹാബാക്കൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ നമ്മുടെ ഈ മലയാളി സമൂഹത്തിനിടയിലാണ് ഈ മരുമകൾ എന്ന ഈ പ്രയോഗം തന്നെ എനിക്ക് തോന്നുന്നു ഈ ദ്രാവിഡ സംസ്കാരം ഉള്ള തമിഴിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഭാഷയിലാണ് ഉള്ളൂ. മരുമകൾ, ബാക്കി എല്ലാവർക്കും അറബിയിൽ മകൾ എന്ന് തന്നെയാണ്, ബിന്തി എന്നാണ് തന്നെ വിളിക്കുക. മരുമകളെയും അത് തന്നെയാണ് വിളിക്കുക. അങ്ങനെ ഒരു പ്രത്യേകത. ഒരു ആളെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ മകളെ പോലെയാണ് അവളെ എന്ത് ചെയ്യുക, പരിചരിക്കപ്പെടുക. നമ്മൾ ഈ മറ്റ് ലിറ്ററേച്ചറുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ്. ആ ലോകത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ല. പക്ഷെ മലയാളത്തിലും തമിഴ്നാട്ടില്, ആന്ധ്രാപ്രദേശ്, ആ പ്രദേശങ്ങളിലൊക്കെ ഈ മരുമകൾ പ്രശ്നം, അമ്മായിയമ്മ, നാത്തൂൻ, മരുമകൾ, ഇത് വലിയൊരു സ്ഫോടനം. കുടുംബം എന്നുള്ളത് കൂടുമ്പോൾ ഇമ്പമല്ല. ഇവിടെ ആരാണ് പറഞ്ഞത്? വിജയൻ മാഷാണ് തോന്നുന്നു. കൂടുമ്പോൾ ഭൂകമ്പമാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകാറുള്ളത് എന്ന് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആകാൻ പാടില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ സ്വഭാവത്തിൽ നമുക്ക് ജീവിതത്തെ ഇനിയിപ്പോ ഇതല്ല സംഭവിക്കുന്ന, നേരെ തിരിച്ചാണ് എങ്കിലും നിങ്ങൾ ദമ്പതികൾ, ഇവിടെ കൂടിയിരിക്കുന്ന പെൺകുട്ടികൾ അവരുടെ ഭർത്താക്കന്മാരോട്, യുവാക്കൾ അവരുടെ ഭാര്യമാരോട് മറ്റൊരാളുടെ സമീപനത്തെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഉമ്മ എന്നോട് അങ്ങനെ ചെയ്തു, അതിന്റെ കലിപ്പ് മുഴുവൻ ഭർത്താവിനോട് തീർക്കുക. ഭർത്താവിന്റെ കുടുംബക്കാരോടുള്ള വിയോജിപ്പുകളൊക്കെ ഭർത്താവിനോട് തീർക്കുക. ഭാര്യയുടെ കുടുംബക്കാരോടുള്ള ഈർഷ്യ മുഴുവൻ ഭാര്യയോട്, ഇത് പാടില്ല. ഇത് വലിയ അനീതിയും അക്രമമാണ്. ലോകത്തുള്ള എല്ലാവരെയും നന്നാക്കിയിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഞാൻ വിവാഹം കഴിച്ച ഉടനെ തന്നെ നമ്മുടെ ഒരു യാഥാസ്ഥ്യ കുടുംബമാണ്. അപ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവരെയൊക്കെ നന്നാക്കിയിട്ട് നമുക്ക് ജീവിതം നേരെയാക്കാം എന്ന് വിചാരിച്ചാൽ ഖിയാമത്ത് നാൾ 1-ാം തീയതി മുതൽ വരെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ജീവിതം കിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ ഒരു വഴിക്ക് നടക്കട്ടെ. പ്രവാചകന്റെ അടുക്കൽ വന്നൊരു സഹാബി പറഞ്ഞു, എനിക്ക് ഇന്നലെ ഖറാബ, എനിക്ക് കുറെ ബന്ധുക്കളുണ്ട്, അഹ്റുമുലഹും യജ്ഹലൂന അലയ്യ, ഞാൻ അവരോട് വളരെ മാന്യമായി പെരുമാറും, പക്ഷെ എന്നോട് അവർ അവിവേകം കാണിക്കും. ഞാൻ അവരോട് അസ്ലുഹും ഖതഊനി, ഞാൻ അവരുമായി ബന്ധം സ്ഥാപിക്കും, ഖതഊനി അവർ മുറിക്കും, ഞാൻ അവർക്ക് കൊടുക്കും, മനഊനി അവർ എനിക്ക് എല്ലാം തടയും, എനിക്കൊന്നും തന്നില്ലേനും വേണ്ടില്ല, കിട്ടാനുള്ള വഴികളെല്ലാം അടച്ചുപദ്രവം ഉണ്ടാക്കും. നീ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ കഅന്നമാ തുസിഫുഹുമുൽ മല്ല, നീ അവർക്ക് ചുടുചാരം വായിൽ വെച്ച് കൊടുക്കും. ചുടുചാരം വായിലേക്ക് ഇട്ടാൽ എന്താ സംഭവിക്കുക? ചൂടുള്ള പായസം ഒഴിച്ചാൽ തന്നെ എന്ത് ചെയ്യും? മധുരാണോ ആസ്വദിക്കുക? അതിന്റെ ചൂടാണ്, നമ്മൾ തുപ്പിക്കളയും. ഇതുപോലെയാണ് നീ ചെയ്യുന്നത്. അതുകൊണ്ട് നീ അവരോട് അതുപോലെ ചെയ്യുക. നീ അവർ നിന്നോട് പെരുമാറുന്ന പോലെ നീ എന്ത് ചെയ്യാൻ പാടില്ല, പെരുമാറാൻ. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ പറയപ്പെട്ട രീതിയിൽ പിന്നെ നമ്മൾ കുടുംബായികളെ ഇപ്പൊ മിക്കവാറും ന്യൂക്ലിയസ് അണുകുടുംബങ്ങളായി കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മൾ ഇനി ഇതിനെ പഴയ മോഡലുള്ള കൂട്ടുകുടുംബം ഒക്കെ ആക്കിയെടുക്കാൻ കഴിയില്ല, സാധിക്കില്ല. കാരണം നമ്മൾ അങ്ങനെ ആയി തീർന്നിരിക്കുന്നു. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ അഭിമുഖീകരിച്ചേ പറ്റൂ. അഭിമുഖീകരിച്ചേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീട്ടിലാകെ ഇപ്പൊ ഭർത്താവും ഭാര്യയും കൂടി വന്ന 2-3 മക്കൾ. ഇപ്പൊ പുതിയ ജനറേഷനിൽ ധാരാളം കുട്ടികൾ ഉണ്ടാകുന്ന പ്രവണതയൊക്കെ 5-6 കുട്ടികളൊക്കെ ഉള്ള രീതി വന്നത്. പക്ഷേ എത്ര കുട്ടികളായാലും ആ വീട്ടിലുള്ള മക്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്താരാകണം? നമ്മുടെ മക്കളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ആരാകണം? രക്ഷിതാക്കളാകണം. ബാപ്പയാകണം ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, ഉമ്മയാകണം ഏറ്റവും അടുത്ത കൂട്ടുകാരി. അവർക്ക് എന്തും വന്ന് പറയാൻ,
ജീവിതത്തിൽ അവർ പല ചലഞ്ചിനെയും അഭിമുഖീകരിക്കും, പ്രശ്നങ്ങളെ അതൊക്കെ വന്ന് വളരെ ചെറുപ്പം മുതൽ അത് നമ്മൾ ശീലിക്കണം. ചെറുപ്പത്തിലെ മുതൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നേഴ്സറിയിൽ വന്ന കുട്ടിയെ അന്നത്തെ മുഴുവൻ കാര്യങ്ങളും അവളെ കൊണ്ട് എന്ത് ചെയ്യണം, വാപ്പയോ ഉമ്മയോ പറയിപ്പിക്കണം. അപ്പൊ യാന്ത്രികമായി സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, കുളിക്കുന്നതിന് മുമ്പ് അവന്റെ പണിയാകണേത് അന്ന് നടന്ന കാര്യങ്ങൾ മുഴുവൻ ഉമ്മയോട് അല്ലെങ്കിൽ ഉപ്പയോട് പറയുക എന്നുള്ളത്. അത് ഉണ്ടായി കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യാൻ കഴിയും? ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഉപ്പയുടെ അടുത്ത് വന്ന് പറയാം, ഉമ്മയുടെ അടുത്ത് വന്ന് പറയാം. അത് കേൾക്കാൻ ഉമ്മ കാതു തരും, വാപ്പ കാതു തരും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിച്ചു തരും. ഇത് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമാണ്. ഇതുപോലെ തന്നെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരും തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും, പ്രയാസങ്ങളും, വിഷമങ്ങളും എന്ത് ചെയ്യണം? പരസ്പരം പങ്കുവെക്കണം. കേവലം ശരീരം പങ്കുവെക്കുന്നവർ മാത്രമാകാൻ പോരാ, നമ്മുടെ മനസ്സ് പങ്കുവെക്കണം. നമുക്കിടയിൽ എന്ത് ചെയ്യാൻ പാടില്ല? രഹസ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കുന്ന ലിബാസുലക്കും വഅൻതും ലിബാസുലകുന്ന. എന്റെ ഈ വസ്ത്രം എന്റെ ശരീരത്തെ അറിയുന്നത് പോലെ എന്റെ ഇണ എന്നെ പറ്റി അറിയണം. നിങ്ങളുടെ വസ്ത്രം നിങ്ങളുടെ ശരീരത്തിലേക്ക് എന്നതുപോലെ തന്നെ നിങ്ങളുടെ ഇണ നിങ്ങളുടെ ശരീരത്തോട് ഏറ്റവും അടുത്തവരായിരിക്കണം. നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ സന്താപവും നിങ്ങളുടെ രഹസ്യവും നിങ്ങളുടെ പരസ്യവും പടച്ചവൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അറിയുന്നവരായി നിങ്ങളുടെ ഇണകൾ മാറണം. കഴിയാവുന്നിടത്തോളം അവരുമായി പങ്കുവയ്ക്കാൻ. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരായ ആളുകൾ രാഷ്ട്രീയ പാർട്ടിയിലെ സംഘടനാ കാര്യങ്ങൾ അതൊന്നും വീട്ടിൽ ഒന്നും പറയേണ്ടതില്ല. തങ്ങളുടെ ജീവിതത്തെ ബാധിക്കാവുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഫിനാൻഷ്യൽ ക്രൈസിസ് പറയണം, കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയണം. പെട്ടെന്നെങ്ങാനും മരണപ്പെട്ടു പോയാൽ ആരും മരിക്കാം. ജീവിതം അതിന്റെ ഒഴുക്ക് നിലച്ചു പോകാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഭാര്യയ്ക്ക് കഴിയണമെങ്കിൽ, ഭർത്താവിന് കഴിയണമെങ്കിൽ തന്റെ ഭാര്യയിൽ, തന്റെ ഭർത്താവിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ ആത്മമിത്രങ്ങളാകുക. കുട്ടിയോട് ഞാൻ പുതുക്കോട് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയോട് ചോദിച്ചു, അവൻ ക്ലാസ്സിലുണ്ടായിരുന്നു, നിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ എന്റെ ഉമ്മയാണ് കൂട്ടുകാരൻ എന്ന് പറഞ്ഞു. അപ്പൊ നീ ക്ലാസ് കേട്ടോ? ആ ക്ലാസ് കേട്ടു. അല്ലായെങ്കിൽ ഞാൻ എന്റെ ഉമ്മയാണ് എന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞു. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ രീതിയിൽ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയണം. മൂന്നാമതായിട്ട് ജീവിതത്തിൽ ഒരു സന്തുലിതത്വം ഉണ്ടാകണം. സന്തുലിതത്വം ഉണ്ടാകാൻ നമ്മളെല്ലാവരും പഴയതുപോലെയല്ല. കുടുംബത്തിൽ മാത്രം ഇരിക്കുന്ന സ്ത്രീകളല്ല, അല്ലെങ്കിൽ തൊഴിലിൽ മാത്രം ഏർപ്പെടുന്ന പുരുഷന്മാരല്ല. തൊഴിലിനോടൊപ്പം തന്നെ സംഘടനാ പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം, പലജാതി സാംസ്കാരിക പ്രവർത്തനം. സ്ത്രീകളാണെങ്കിൽ കുടുംബിനികൾ മാത്രമല്ല, കുട്ടികളുടെ അമ്മ മാത്രമല്ല, പല ജോലികളിലും ഏർപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷേ ജോലി, സംഘടന, സാമൂഹ്യ പ്രവർത്തനം, കുടുംബം, ഇതിനൊക്കെയിടയിൽ എന്തെങ്കിലും സന്തുലിതമായിരിക്കണം. ഏതെങ്കിലും ഒന്നിലേക്ക് ജോലി മാത്രം, വീട്ടിൽ വന്നാലും ജോലി, സ്കൂളിൽ പോയാലും ജോലി, ഹോസ്പിറ്റലിൽ പോയാലും ജോലി, വീട്ടിൽ കുട്ടികൾക്ക് ഉമ്മയെ കിട്ടുന്നില്ല, കുട്ടികൾക്ക് ഉപ്പയെ കിട്ടുന്നില്ല. അവർക്ക് കിട്ടുന്ന ആരെയാണ്? ഒരു ബിസിനസ്മാനെയാണ്, രാഷ്ട്രീയ നേതാവിനെയാണ്, സംഘടനാ നേതാവിനെയാണ്, പണ്ഡിതനെയാണ്, ഡോക്ടറെയാണ്, എഞ്ചിനീയറെയാണ് അവർ കാണുന്നത്. അവർക്ക് അങ്ങനെയാകാൻ പാടില്ല. അവർക്ക് വീട്ടിൽ നമ്മൾ ഉപ്പയും ഉമ്മയും ആകണം. നമ്മുടെ ഭാര്യയ്ക്ക് വീട്ടിൽ നമ്മൾ ഭർത്താവാണ് ആകേണ്ടത്. ഞാനൊരു അധ്യാപകനാണ്, പക്ഷേ വീട്ടിൽ ഭാര്യയുടെ അധ്യാപകൻ ഞാൻ ആകാൻ പാടില്ല. ഞാൻ സംഘടനാ നേതാവായിരിക്കാം, പക്ഷേ വീട്ടിൽ ഞാൻ നേതാവല്ല ആവേണ്ടത്. ഞാൻ അവരാകണം അവരുടെ ജീവിതത്തിലെ ഭർത്താവ്. സൗജ് എന്ന് പറയുന്ന, അതിന് ഏത് പേരിട്ട് വിളിച്ചാൽ, ഹസ്ബൻഡ് എന്നോ ഭർത്താവ് എന്നോ ഭാര്യ എന്നോ എന്ത് പേരിട്ട് വിളിച്ചാൽ നമ്മൾ അതായിരിക്കണം, വേറെ ഒന്നാകാൻ പാടില്ല. വീട്ടിൽ നമ്മൾ മക്കൾക്ക് ഉമ്മയാകണം. നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ മക്കളായിട്ട് ഫീൽ ചെയ്യണം. ആ രീതിയിൽ കാര്യങ്ങൾ സന്തുലിതമായിട്ട് മുന്നോട്ട് പോകാൻ. കലവറയില്ലാത്ത സ്നേഹം എന്താണ്? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുക. സ്നേഹമുണ്ട്, പങ്കുവെക്കുന്നില്ല. പല ആളുകളും പറയുന്ന ഒരു ഇതാണ്, അയാൾക്ക് എന്നോട് നല്ല സ്നേഹമാണ്, പക്ഷെ എന്തില്ല, അത് പങ്കുവെക്കാൻ സമയം കിട്ടുന്നില്ല. ഒന്ന് ചിരിക്കാനോ വർത്താനം പറയാനോ ഭയങ്കര ഗൗരവമാണ്, പേടിയാണ് എന്തെങ്കിലും പറയാൻ. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നേരത്തെ സൂചിപ്പിച്ച മവദ, റഹ്മ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ ഉണ്ടാകണം. പിന്നെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമല്ല, ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഇത്. എന്താണ്? സ്ക്രീൻ ടൈം. നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് ഏതുമായിട്ട്? നമ്മുടെ കണ്ണ് ദിവസത്തിൽ ഏറ്റവും കൂടുതൽ പതിയുന്നത് ഭക്ഷണത്തിന്റെ ഇടയിൽ. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോഴത്തെ കാര്യമല്ല പറയേണ്ടത്,
ഒരു ദിവസത്തിൽ നിങ്ങളുടെ കണ്ണ് ഏറ്റവും കൂടുതൽ പതിയുന്ന സ്ഥലം ഏതാണ്? വേറെ ഒരാൾ വേറെ എന്തോ പറയണ്ട്. ആ ഫോണാണ്. ഇതെന്താ പറഞ്ഞത്? അസീനയല്ലേ? ആ, എന്റെ സ്റ്റുഡന്റ് ആണ്. ആ ഫോണാണ് ഞാനും ഏറ്റവും കൂടുതൽ സമയം എന്താണ് നമ്മുടെ കണ്ണ് ഫോണ്. ടി വി ഒന്നും ഇപ്പൊ ഇല്ല, കാരണം എല്ലാവരുടെയും കയ്യിൽ തന്നെ ടി വി. ഒരു വീട്ടില് 10 പേരുണ്ടെങ്കിൽ 10 ടി വി ഉള്ള വീടായിരിക്കും നമ്മുടേത്. ഹോളിൽ വെച്ചിരിക്കുന്ന ടി വി ഒരു അലങ്കാരം മാത്രമാണ്. നമ്മൾ സ്ക്രീൻ ടൈം അതുകൊണ്ട് എന്ത് ചെയ്യുക? നിയന്ത്രിച്ചേ പറ്റൂ. രാത്രി 10:30-ക്ക് ശേഷം തീരുമാനം എടുത്തോളണം, നമ്മൾ സ്ക്രീനിൽ കണ്ണ് കൊടുക്കില്ല തീരുമാനിക്കണം. വീട്ടിൽ അതിന് ടൈം ടേബിൾ വെക്കണം. മക്കൾക്ക് ഒരു കാരണവശാലും 10:30-ക്ക് ശേഷം മൊബൈൽ ഫോൺ ഏത് പ്രായത്തിലുള്ളവരായിക്കൊള്ളട്ടെ നിങ്ങളുടെ നിയന്ത്രണത്തിലാണോ ഉള്ളത്, അവര് MA-ക്ക് പഠിക്കുന്നവരാണെങ്കിലും 10:30-ക്ക് ശേഷം മൊബൈൽ ഫോണും ലാപ്ടോപ്പും നോക്കിയിരിക്കാൻ അനുവാദം കൊടുത്തുകൂടാ. കൊടുത്താൽ കൊടുക്കാം. എങ്ങനെയാണെങ്കില് ഫോണിന്റെ ലോക്ക് കുട്ടികളുടെ കയ്യിലാണെങ്കിലും കുട്ടികളുടെ ലോക്ക് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ കൊടുക്കാം. പക്ഷെ അങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നേരത്തെ വീട് എന്ന് പറഞ്ഞത് ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും ഉന്നതമായ സംസ്കാരത്തിന്റെ കേന്ദ്രമാകണമെങ്കിൽ അതിനെ തകർക്കുന്ന ഒരു സിസ്റ്റമായിട്ട് മാറിയിട്ട്, അതുകൊണ്ട് ആ വിഷയത്തിൽ വളരെ ഉദാരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ സ്വയം ചെയ്യണം, നിയന്ത്രിക്കണം. മക്കളെല്ലാരും മൊബൈൽ മേടിച്ചു വെച്ചിട്ട് വാപ്പായും ഉമ്മായും മൊബൈൽ നോക്കിയിരുന്നാല് കാര്യം നടക്കില്ല. അത് നിർത്തി വെച്ചിട്ട് മനസ്സോർന്ന് സംസാരിക്കുക, വീട്ടിലുള്ള കാര്യങ്ങൾ പറയുക, ജീവിതത്തെ പറ്റി അവരോട് പറയാനുള്ളത് പറയുക. നമ്മളൊരു വിശ്വാസികളാണെന്ന നിലയിൽ നേരം വെളുത്ത് ഉണരുക. ഉമ്മയുടെ ഖുർആൻ പാരായണം കേട്ട് മക്കൾ ഉണരുക. വാപ്പ പള്ളിയിൽ പോകുന്നത് വന്ന് കാണുമ്പോൾ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുക. ഇതുണ്ടാക്കുന്ന പൂർവ്വകാലത്ത് ഉള്ള ആളുകളുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ വായിക്കുമ്പോൾ മിക്കവാറും അവർ പറയാറുണ്ട്, വെല്ലുപ്പയുടെ ദിക്റ്, ദുആയ്, ഖുർആൻ പാരായണങ്ങൾ കേൾക്കുന്ന പ്രഭാതത്തെ പറ്റി പറയാറുണ്ട്. യഹിയ സിൻവാറിന്റെ ആത്മകഥയിൽ അദ്ദേഹത്തെ സ്വാധീനിച്ച ഏറ്റവും വലിയ ഘടകമായി പറയുന്ന അദ്ദേഹത്തിന്റെ പിതാവ് വെല്ലുപ്പ രാവിലെ അതിപുലർച്ചെ എഴുന്നേൽക്കും, തഹജ്ജുദ് നമസ്കരിക്കും. തഹജ്ജുദ് നമസ്കാരത്തിൽ അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം, അതിമനോഹരമായ ഖുർആൻ പാരായണം, അതിനുശേഷം ഉറക്കയുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലെ പ്രമേയം എന്താണ്? സമ്പത്തോ മറ്റൊന്നുമല്ല, ഫലസ്തീന്റെ മോചനം, ഖുദ്സിന്റെ മോചനം. കാണാതെ പോയ തന്റെ മകൻ അഥവാ യഹിയ സിൻവാറിന്റെ പിതാവ്, പടച്ചവനെ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് എന്റെ മോനെ അവന്റെ മക്കളുടെ അടുക്കലേക്ക്, ഭാര്യയുടെ അടുക്കലേക്ക് നീ മടക്കി കൊണ്ടുവരണേ, അവനെ കണ്ടിട്ട് മരിക്കാനുള്ള സൗഭാഗ്യം എനിക്ക് കിട്ടണമേ, ഖുദ്സിനെ ഇങ്ങനെ തുടങ്ങി വളരെ പൊളിറ്റിക്കൽ കണ്ടന്റ് ഉള്ള, അവരുടെ ജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തിക്തമായ പ്രശ്നങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വെല്ലുപ്പയുടെ പ്രാർത്ഥന കേട്ട് വളർന്നു വരുന്ന ഒരു മകനാണ് യഹിയ സിൻവാർ. അദ്ദേഹം വിപ്ലവകാരി ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അദ്ദേഹം അതിൽ നിന്ന് ഖുർആൻ പാരായണത്തിൽ നിന്ന് പ്രചോദനം കൊണ്ട് ജയിലിൽ വെച്ച് ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളായി മാറുകയാണ്. അപ്പൊ എല്ലാവരുടെയും ജീവിതം, ഇമാം ഷാഫി ആരാണ്? ആയത്ത് ഉമ്മയാണ്. ഇമാം മൗദൂദി ആരാണ് പഠിപ്പിച്ചത്? ഉമ്മയാണ്. ചരിത്രത്തിലെ പ്രഗത്ഭരായ എല്ലാവരുടെയും ഒന്നാമത്തെ വിദ്യാലയം, അധ്യാപിക ഉമ്മയാണ്, ഉപ്പയാണ്, വെല്ലുപ്പയാണ് എന്ന് കാണാൻ കഴിയും. നമ്മുടെ ഗ്രഹാന്തരീക്ഷത്തിൽ അത്തരം മതപരമായ അനുഷ്ഠാനങ്ങൾക്ക്, ചടങ്ങുകൾക്ക്, പ്രാർത്ഥനകൾക്ക് ഒക്കെ ഇടവും സമയവും ഒക്കെ നമ്മൾക്ക് കണ്ടെത്തേണ്ടത് വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ സ്വഭാവത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളെ നമുക്ക് മറികടക്കാൻ കഴിയും. പ്രവചകന്മാർ പ്രവചിച്ച 2100-ലും നമ്മളുടെ കുടുംബം നിലനിൽക്കും. നമ്മൾ മരിച്ചു പോയാലും നമ്മളുടെ കുടുംബം എന്ന് പറഞ്ഞാല് നമ്മുടെ വെല്ലുപ്പമാരൊക്കെ മരിച്ചു പോയാലും വെല്ലുപ്പയുടെ കുടുംബം ഇപ്പോഴുണ്ട്. ആ വെല്ലുപ്പയുടെ മക്കള്, പേരമക്കള് നമ്മളിലെത്തി, നമുക്ക് അടുത്ത തലമുറ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവരുടെയും കുടുംബം നിലനിൽക്കണം എങ്കിൽ നമ്മൾ ഇതെന്ത് ചെയ്യണം? വളരെ ബോധപൂർവമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്തേ മതിയാകൂ എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ അർത്ഥത്തിൽ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്. മനുഷ്യന് സമാധാനം കിട്ടേണ്ടുന്ന രണ്ടാമത്തെ ഇടമാണ് കുടുംബം. ആ കുടുംബം തകർന്നാൽ വേറെ എവിടെ നിന്നും സമാധാനം കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ദമ്പതികൾ
എല്ലാ നിലയ്ക്കുമുള്ള പങ്കാളികൾ ആകണം. ഒരർത്ഥത്തിലും നമ്മൾ ഒന്നിനെയും നമുക്ക് വേണ്ടി പിടിച്ചു വയ്ക്കാൻ പാടില്ല. പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് ഒരു സമയം ഒരുപാട് പ്രതിബദ്ധതകൾ, പ്രത്യേകിച്ചും ആൺ പെൺ ബന്ധങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. ബഹുഭാര്യത്വമൊക്കെ ഉള്ളതാണെങ്കിൽ അത് വേറെ വിഷയമാണ്. അല്ലാതെ ഭാര്യയല്ലാത്ത മറ്റൊരാളുമായിട്ട് സൗഹൃദം ഉണ്ടാകാൻ പാടില്ല. ഭർത്താവല്ലാത്ത ഒരു പുരുഷനുമായിട്ട് ഭർത്താവിനെ പോലെ ചങ്ങാത്തം ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല. നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ വീടായിരിക്കണം. നമ്മുടെ മക്കളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ നമ്മളായിട്ട് മാറണം. ആ അർത്ഥത്തിൽ നമ്മൾ മക്കൾക്ക് മാതൃകയായി തീരണം. അങ്ങനെ കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയുക കുടുംബത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് നാഗരികതയെ, സംസ്കാരത്തെ തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. കുടുംബം നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മൾ എത്ര സ്കൂളുകൾ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. ബ്രിട്ടനിലെ മുൻ പ്രധാനമന്ത്രി ആയിരുന്ന പേര് ഞാൻ മറന്നുപോയി, അവരുടെ ഭാര്യ നടത്തിയ ഒരു ക്യാമ്പയിൻ ഉണ്ട്, കുടുംബത്തെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. കുടുംബത്തെ തിരിച്ചു പിടിക്കുക എന്ന്. കാരണം അവർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം കുടുംബം തകർന്നു പോകുന്നു എന്നുള്ളതാണ്. കുടുംബത്തിലൂടെ അല്ലാതെ ബ്രിട്ടനെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുകയില്ല എന്നതിൽ നിന്ന് ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങളുടെ തുടക്കത്തിൽ അദ്ദേഹം ദുഃഖത്തോടു കൂടി അനുസ്മരിക്കുന്ന ഒരു കാര്യമുണ്ട്. തന്റെ കുടുംബത്തെ തനിക്ക് ശ്രദ്ധിക്കാൻ കഴിയാതെ പോയതിന്റെ ചില പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഗാന്ധിയുടെ മകൻ പിന്നീട് അത് പറയുന്നുണ്ട്. അദ്ദേഹം രാഷ്ട്രത്തിന്റെ പിതാവായിരുന്നേക്കാം, പക്ഷേ എന്റെ അച്ഛൻ ആകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പൊ വിജയിച്ച ഒരു അച്ഛനാകാൻ ഗാന്ധിക്ക് കഴിഞ്ഞില്ല, വിജയിച്ച ഒരു രാഷ്ട്രപിതാവാകാൻ കഴിഞ്ഞെങ്കിലും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വിജയിച്ച വാപ്പമാരായാൽ മാത്രമാണ് ബാക്കി എന്തും ആവുകയുള്ളൂ. ഇമാം ഹസനുൽ ബന്നയുടെ വളരെ പ്രസിദ്ധമായ ഒരു കോട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദീനുൽ ഇസ്ലാമിനെ സ്ഥാപിക്കുക, നിങ്ങളുടെ വീട്ടിൽ ദീനുണ്ടാകും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ദീൻ സ്ഥാപിക്കുക, നിങ്ങളുടെ സൊസൈറ്റിയിൽ ദീനുണ്ടാകും. നിങ്ങളുടെ സൊസൈറ്റിയിൽ നിങ്ങൾ ദീൻ സ്ഥാപിക്കുക, നിങ്ങളുടെ രാഷ്ട്രം ഇസ്ലാമിക രാഷ്ട്രമായി മാറും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ നമ്മൾ സോഷ്യൽ ചേഞ്ചിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ ചേഞ്ചിനെ പറ്റി നമ്മൾ ഒരിക്കലും ആലോചിക്കാറില്ല. നമ്മുടെ കുടുംബത്തിന്റെ ചേഞ്ചിനെ പറ്റി നമ്മൾ ഒരിക്കലും ആലോചിക്കാറില്ല. മക്കൾ നന്നാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഞാൻ നന്നാകണമെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ഈ പറയപ്പെട്ട ക്രമത്തിൽ, മാറ്റത്തിന്റെ ഈ ക്രമം നമ്മൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതൃകായോഗ്യമായ ജീവിതം നയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാനും നിലനിർത്താൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കാൻ, പരിവർത്തിപ്പിക്കാൻ പടച്ചതമ്പുരാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബ ജീവിതത്തിൽ നിന്ന് കിട്ടേണ്ടുന്ന ഏറ്റവും വലിയ നന്മയായിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ അത് ഉണ്ടാകണമെന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയ്യുൻ. പടച്ചവനെ ഞങ്ങൾക്ക് ഭാര്യമാരിൽ നിന്ന്, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഭാര്യമാർ നല്ല അസ്വാജ് എന്ന് പറഞ്ഞാൽ ആണിന് പെണ്ണാണെങ്കിൽ പെണ്ണിന് ആണ്, പെണ്ണിന് ആണിൽ നിന്നും, ആണിന് പെണ്ണിൽ നിന്നും, ആണിനും പെണ്ണിനും തങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും പടച്ചവനെ ഞങ്ങൾക്ക് നീ എന്ത് ചെയ്യണം? ഖുർറത്തായി കൺകുളിർമ പ്രദാനം ചെയ്യണം. ഈ കൺകുളിർമ എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞ് ലിപ്സ്റ്റിക് ഇട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അല്ല, അവളുടെ ജീവിതം കണ്ടിട്ട്, അവളുടെ വിജയം കണ്ടിട്ട്, അവളുടെ സമർപ്പണം കണ്ടിട്ട്, അവന്റെ ജീവിത വിശുദ്ധി കണ്ടിട്ട് മാതാവിനും പിതാവിനും ഉണ്ടാകുന്ന സന്തോഷമാണ്. നാളെ പരലോകത്ത് സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ്. വിശുദ്ധ ഖുർആനില് പറയുന്നുണ്ട്, യദ്ഖുലൂന എന്താണ്? ജന്നാത്തു അദിനിൻ, അവർ എത്തുന്ന സ്വർഗത്തിന്റെ അവസ്ഥ എന്താണ്? യദ്ഖുലൂനഹ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. അവർ മാത്രമല്ല, അവരുടെ മാതാപിതാക്കള്, അവരുടെ ഇണകള്, അവരുടെ സന്താനങ്ങൾ. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. അവർ സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെയും മലക്കുകൾ അവരുടെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് പറയും, സലാമുൻ അലൈക്കും തിബുത്തും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ, നിങ്ങൾ എത്ര നല്ല സ്ഥലത്താണ് എത്തിച്ചേർന്നത്. നിഅമ ഉഖുബദ്ദാർ, പരിശുദ്ധമായ ഭവനത്തിലാണല്ലോ നിങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് സ്വർഗത്തിൽ മാലാഖമാർ അഭിവാദ്യം ചെയ്യുന്ന
ആളുകളായി മാറാൻ നമുക്ക് കഴിയണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കൾ, നമ്മളുടെ ഇണകൾ, നമ്മുടെ മക്കൾ കൂടി എത്തിച്ചേരുന്ന അവസ്ഥയിലേക്ക് ജീവിതത്തെ അങ്ങനെ കാണാൻ കഴിയുന്ന, അങ്ങനെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയണമെങ്കിൽ ദുനിയാവിൽ നമ്മുടെ കുടുംബം എന്താകണം? സ്വർഗമാകണം. കൂട്ടിൽ മുഹമ്മദ് അലി സാഹിബിന്റെ ഒരു പുസ്തകം ഉണ്ടായിട്ട് പ്രസിദ്ധിച്ച സ്വർഗം പൂക്കുന്ന കുടുംബം എന്നാണ്. സ്വർഗം പൂക്കുന്ന കുടുംബം എന്ന് പറഞ്ഞാല് ദുനിയാവിൽ നമ്മുടെ കുടുംബം സ്വർഗം അല്ല എങ്കിൽ ഈ കുടുംബത്തിന് നാളെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയുകയില്ല. യാസീനില് ഒരു ആയത്തുണ്ട്, അവരും അവരുടെ ഇണകളും നാളെ സ്വർഗത്തിൽ ചാരുമഞ്ചങ്ങളിൽ പരസ്പരം ഇരിക്കുക. പരസ്പരം ഇരിക്കുക എന്ന് പറഞ്ഞാൽ നോക്കി നോക്കിയിരിക്കുക. ഭർത്താവ് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയല്ല. പല കുടുംബങ്ങളിൽ അങ്ങനെയുണ്ട്. ഭർത്താവ് വരുമ്പോൾ തിരിച്ചിരിക്കുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കില്ല, പിണക്കാണ്, ഒരുമിച്ച് സംസാരിക്കില്ല. പക്ഷേ സ്വർഗത്തിലിരിക്കുന്നതിന്റെ മോഡലിനെ പറ്റി പറയുന്നത് എന്താണ്? മുത്തക്കിഊൻ അലൽ അറായിക്കും. സ്വർഗത്തിലെ ചാരുമഞ്ചങ്ങളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയില്ല, കണ്ണിൽ നോക്കിയിരിക്കുക. അങ്ങനെ രണ്ടല്ല, നമ്മൾ ഒന്നാണ്. മാനായ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞു, ഒന്നും എത്രയാണ്? രണ്ടല്ല, ഒരു വലിയ ഒന്നാണ്. ഇതേപോലെ നമുക്ക് പരസ്പരം, ദമ്പതികൾ പരസ്പരം ഇഴുകിച്ചേർന്ന് രണ്ടല്ല ഒന്നാണ്, ഒരേ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നവരാണ്. നമ്മുടെ കൂടെയുള്ള കൈവഴികളായ നമ്മുടെ കുഞ്ഞുങ്ങളെയും ആ മഹാസ്വർഗമാകുന്ന സാഗരത്തിലേക്ക് തുഴഞ്ഞെത്തിക്കാൻ കഴിയുന്ന കേപ്പബിലിറ്റി നേടിയെടുക്കുവാൻ കൂടി നമുക്ക് കഴിയണം. അത് ഒരു ജീവിതം എന്ന് പറയുന്ന ഒരു കലയാണ്. ആ കല നമ്മൾ പരിചയിച്ച് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന എല്ലാ അറിവും നേടി വായിച്ചും പഠിച്ചും അതിനുവേണ്ടി സമയം കണ്ടെത്തിയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് എത്തിച്ചേരണം. ചില സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? അഭിനയിക്കേണ്ടി വരും. ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് സന്തോഷം അഭിനയിച്ച് കാണിക്കാൻ കഴിഞ്ഞാൽ, മക്കൾ ഒരു കുരുത്തക്കേട് കാണിക്കുമ്പോൾ ദേഷ്യമാണ്, അടിക്കാനാണ് തോന്നുന്നെങ്കിൽ അടിക്കരുത്. ഭാര്യ എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യമാണ് വരുന്ന, ഒറ്റയടിക്ക് പ്രതികരിക്കാൻ നിൽക്കാതെ പിടിച്ചു വയ്ക്കാൻ, കോപത്തെ പിടിച്ചു വയ്ക്കാൻ കഴിയണം. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അറിയാം, ഭർത്താവ് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് എടുത്ത് ചാടി വെട്ടുകല്ല വേണ്ടത്, പിടിച്ചു വയ്ക്കാൻ കഴിയും. അങ്ങനെ 2 നിമിഷം നിശബ്ദമായി നിന്നാൽ വന്ന ദേഷ്യം വന്ന വഴി തന്നെ പോകും. നമുക്കിടയിലുള്ള നല്ല അവസ്ഥ അങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. ഈ രീതിയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുടുംബ ജീവിതം നല്ല സമയമാണ് വിഷയം അവതരിപ്പിച്ചത്. വിഷയം